എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ഒരു 16 വർഷം ഞങ്ങൾ തമ്മിൽ പോരാടിയെന്ന് വേണം പറയാൻ. എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നേ അടങ്ങുകൊണ്ടുള്ള ആ തീരുമാനത്തിൽ എന്റെ പുറകെ നടന്നു. അവിടെ എത്രയോ നിന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി മതം മാറിയില്ലല്ലോ, വിവേകാനന്ദ സ്വാമി മതം മാറിയില്ലല്ലോ. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം. ചേട്ടാ, നല്ല ചുവരുണ്ടെങ്കിൽ മാത്രമേ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അത്രമേ പറഞ്ഞു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. അനുഗ്രഹീത ഗാനങ്ങൾ പാടുന്ന കൊയറിനോടും ഇതിനു മുമ്പ് സംസാരിച്ച ദേവദാസന്മാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുവരെ കൃത്യമായ സമയം പാലിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കൂടെ എഴുന്നേറ്റ് പേര് വിളിക്കുന്നതിന് പകരം ഒരുമിച്ച് ചില പ്രിയപ്പെട്ടവരുടെ പേരിവിടെ വായിക്കുകയാണ്. കൊച്ചറ IPC സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ KJ കുര്യാക്കോസ്, മന്തിപ്പാറ IAG സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ മാത്യു സെബാസ്റ്റ്യൻ, അതുപോലെ കീരിക്കര ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ സജീവ് കുമാർ, ഈ ദേവദാസന്മാർ മുൻപോട്ട് വന്ന് അവരുടെ ആശംസകൾ അറിയിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരും ബഹുമാന്യരുമായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷം കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ശക്തിയോടെ പോരാടി ശുശ്രൂഷയുടെ മുഖത്ത് 50 വർഷം തികയ്ക്കുന്ന പ്രിയ പോൾ സാറിനോടും ഒരുമിച്ച് ഇങ്ങനെ ഒരു വേദി പങ്കിടുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പോൾ സാറ് നമുക്കൊരഭിമാനമാണ്. ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായി പോകാനും ഞാനെപ്പോഴും പ്രിയ സാറിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കുണ്ട്: ഞാനൊരു പാപിയായിരുന്നു, ദൈവം എന്നെ രക്ഷിച്ചു. എവിടെ ചെന്നാലും ആദ്യം കൈമാറുന്ന സന്ദേശം അതാണ്: ഞാനൊരു പാപിയായിരുന്നു, ദൈവം എന്നെ രക്ഷിച്ചു. അത് യാതൊരു ലജ്ജയും കൂടാതെ ഈ കാലഘട്ടങ്ങളിൽ വിളിച്ചു പറയാൻ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. കഴിഞ്ഞ 50 വർഷം കർത്തൃദാസനെ സുവിശേഷ പോർക്കളത്തിൽ നിർത്തിയത് ദൈവം കർത്തൃദാസന് പകർന്നു കൊടുത്ത അഭിഷേകമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. നാളിതുവരെ അത് കാത്തു സൂക്ഷിക്കാൻ ബഹുമാന്യ കർത്തൃദാസന് ദൈവം കൊടുത്ത കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ 50 വർഷം തികയുമ്പോൾ കർത്തൃദാസൻ ക്ഷീണിച്ച സമയമുണ്ട്, തളർന്ന സമയങ്ങളുണ്ട്, പ്രതിസന്ധിയിലൂടെ കടന്നുപോയ എത്രയോ സമയങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെയെല്ലാം സർവശക്തനായ ദൈവം ബലപ്പെടുത്തി ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത് നാളിതുവരെ കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുവാൻ ദൈവം കൊടുത്ത എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. തുടർന്നുള്ള നാളുകളിലും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ കർത്താവിൻ്റെ വേലയിൽ കടിഞ്ഞെത്തുവാനും ചെയ്യുവാനുള്ള എല്ലാ കൃപകളും ഉയരത്തിൽ നിന്ന് സർവേശ്വരനായ ദൈവം ബഹുമാന്യ കർത്തൃദാസന് പകർന്നു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് IPC ബഥേൽ കൊച്ചറ ദൈവസഭയുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും അനുമോദനങ്ങളും കർത്തൃദാസനെ അറിയിക്കുന്നു. ഇവിടെ
പ്രിയ സാറിനെ നമ്മൾ എത്ര പ്രശംസിച്ച് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ നിത്യതയിൽ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും നടുവിൽ വെച്ച് ഇവിടെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ എല്ലാം ആമേൻ കൂട്ടി ബഹുമാന്യ കർത്തൃദാസനെ ആദരിക്കുന്ന നല്ലൊരു സമയമുണ്ട്. അതാണ് നമ്മുടെ സന്തോഷവും പ്രശംസയും. അതിനുവേണ്ടി ആമേൻ എല്ലാ ഭാവങ്ങളും ബഹുമാന്യ കർത്തൃദാസനെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കിനെ നിർത്തുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്തൃദാസന്മാരോടും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസൻ 50 വർഷം ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന പ്രിയ പോൾ സാറ് കുടുംബം, എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവേശ്വരുടെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും മധുരത്തെയും അറിയിക്കുന്നു. ഞാൻ 2001 മുണ്ടിപ്പള്ളി ചർച്ചിലേക്ക് ചെല്ലുന്നത്. അന്ന് പോൾ പാസ്റ്ററാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാനവിടെ കുന്നന്താനം എന്ന ദേശത്ത് ചെല്ലുവാൻ കാരണം. എൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ എനിക്ക് അവിടെ എല്ലാവിധമായ സൗകര്യങ്ങളും കർത്താരദാസനിലൂടെ ഒരുക്കുവാനിടയായി. എൻ്റെ തൊഴിൽ മേഖലകളിലൊക്കെ ആ ദേശത്ത് ഉയർച്ച പ്രാപിക്കുവാൻ മുഖാന്തരമായി തീർന്നത് ഒരു ഭാഗമെന്ന് പറയുന്നത് പോൾ പാസ്റ്ററാണ്. എല്ലാവിധമായ കൈത്താങ്ങലുകളും എനിക്ക് നൽകി അവിടെ ആ ദേശത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി തീർത്തതിൻ്റെ ഒരു ഭാഗം ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ പോൾ പാസ്റ്ററാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് സാക്ഷ്യം പറയുന്ന സമയത്ത് സാക്ഷ്യം പറഞ്ഞ് തീർന്നപ്പോൾ പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, സജീവ് ബ്രദറെ, ഇങ്ങനെ പോയാൽ അധികം നാള് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, സാക്ഷ്യത്തിൽ ക്രമീകരണം ഉണ്ടാകണമെന്ന് എന്നോട് പറയുവാനിടയായി. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലെ പോരായ്മകൾ ഒരുപാട് പരിഹരിക്കുവാൻ ഞാൻ അവിടെ നിന്ന കാലഘട്ടത്തിൽ കർത്താരദാസനിലൂടെ ഇടയാക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ഞാൻ താമസിക്കുന്ന കുന്നന്താനം താമസിക്കുന്ന ഭവനം മേടിക്കുവാൻ കാരണം തന്നെ കർത്താവിൻ്റെ ദാസനാണ്, മുണ്ടിപ്പള്ളി സഭയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കടപ്പാടുകൾ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ശുശ്രൂഷ മേഖലകളിൽ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ശുശ്രൂഷയിൽ ഇന്നും എനിക്ക് ഒരുപാട് പാഠങ്ങൾ തന്നത് കർത്താവിൻ്റെ ദാസനിലൂടെയാണ്. ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്നും ഒരു ട്രാക്റ്റ് എഴുതിയാൽ എങ്ങനെ എഴുതണമെന്നും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ എനിക്ക് പറഞ്ഞു തരുവാനിടയായി കർത്താവിൻ്റെ ദാസനാണ്. ആയതുകൊണ്ട് കർത്താദാസൻ്റെ ശുശ്രൂഷ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരുകയില്ല. കർത്താവ് കടപ്പാടുകൾ വീണ്ടുമുണ്ട്. ആശംസ അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വീട് തിരുവനന്തപുരമാണ്. സാറിന് നല്ല പരിചയമുള്ള ഒരു സഭയാണ് തബയത്തൂണം ശരണൊരു സഭ. ആ സഭയിലായിരുന്നു ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. ആ സഭയിലെ ഒട്ടുമിക്ക കൺവെൻഷൻ സമയങ്ങളിലും പ്രിയ പോൾ സാറ് കടന്നു വന്ന് ദൈവവചനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവവചനപ്രകാരം കർത്താവിൻ്റെ വേലയുമായിട്ട് മുമ്പോട്ട് വരാനായിട്ട് ഇടവന്ന സമർപ്പിക്കപ്പെടാനായിട്ടുണ്ടായ ആ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്ത് കേട്ട പോൾ സാറിലൂടെ കേട്ട ദൈവവചനമാണ്. സാറ് പ്രസംഗത്തിന് ശേഷം രക്ഷിക്കപ്പെടാനുള്ളവരെ, അങ്ങനെ വിവിധ നിലകളിൽ രോഗികളായിട്ടുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കുക, സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവരെ. അപ്പം തന്നെ സാർ ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമാണ് സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ കൈവക്കാനായിട്ട് പറയും. അത് സാറിൻ്റെ ഒട്ടുമിക്ക പ്രസംഗങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വാസ്തവത്തിൽ അന്ന് കൈവക്കിയ 1-2 പേരുണ്ട്. പ്രിയ കൃത്യദാസ് ഇവിടെയുണ്ട്. കൃത്യദാസ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ബിനു ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അന്ന് കൈവക്കി ദൈവസന്നിധി സമർപ്പിച്ച് മുമ്പോട്ട് വന്നു. നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഞാൻ തബയത്തുമണക്കാരനായത് ആ ദേശക്കാരനായതുകൊണ്ട് തന്നെ കാണുമ്പോൾ എന്നോട് പ്രത്യേക വാത്സല്യവും സ്നേഹവും
സാർ തിരുവനന്തപുരം മേഖലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചിൽ കൺവെൻഷൻ സമയം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് എന്നെ രാത്രി തിരുവല്ല ശാരം ബൈബിൾ കോളേജിൽ കൊണ്ടുവിട്ട അനുഭവങ്ങൾ കൊണ്ടുവിടുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്തോത്ര കാഴ്ച തന്നെ ഇറക്കി വിടുകയുള്ളൂ. സാറത് ഓർക്കുന്നു എനിക്കറിയത്തില്ല. കുറേ കാലങ്ങൾക്ക് 99, 2000, 2001 കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറിനെ ദൈവം വിവിധ നിലകളിൽ ഉപയോഗിച്ച് ഇവിടെ ദേവദാസന്മാർ പറഞ്ഞതുപോലെ കൊച്ചറിയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷിയാകുവാനായിട്ട് ദൈവം അവസരമൊരുക്കി. സാറ് ഒരു നല്ല പ്രഭാഷകനായി, നല്ല സഭാ ശുശ്രൂഷകനായി, നല്ല വേദാധ്യാപകനായി, നല്ല എഴുത്തുകാരനായി, ഇപ്പം നല്ല സുവിശേഷകനായി, ഇപ്പം സാറ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മിനിസ്ട്രി പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുക, പരസ്യയോഗങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഈ നിലകളിൽ കഴിഞ്ഞ 50-ലധികം വർഷം കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കാൻ സാറിനെ പ്രിയാൻ്റെയും ദൈവം ഒരിക്കലോ ദൈവം പിന്നെയും സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ദൈവകൃപകളും നൽകി കർത്താവിൻ്റെ സാക്ഷിയായി മുമ്പോട്ട് പോകാൻ സാറിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതോടൊപ്പം കട്ടപ്പന ശാരം സഭ ഹൈറേഞ്ച് സെന്ററിന്റെ ഞങ്ങളുടെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കും. തിസ്ബയിൽ നിന്നുള്ള തിസ്ബിനായ ഏരിയാവ് എന്ന് പറയുന്നത് പോലെ കൊച്ചറക്കാരിടയിൽ നിന്ന് കൊച്ചറക്കാരനായി ലോകമറിയപ്പെടുന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ വ്യക്താവായി സ്വർഗീയ ദൗത്യ നിർവഹണത്തിനായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ പോൾ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഖനാവിൽ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭം എന്ന പോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് ഇങ്ങനെ ഒരു ആദരവ് ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചത്. കേരളത്തിലെ എല്ലാ പെന്തക്കോസ് നേതൃത്വത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളുടെ കുമ്മനാട് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററാണ്. അപ്പോൾ തന്നെ മലയാളി പെന്തക്കോസിന് ഏറെ അഭിമാനമായിരിക്കുന്ന പ്രിയ ദേവദാസിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എൻ്റെ പിതാവിൻ്റെ ഒരു സമകാലികനായി തന്നോടൊന്നിച്ച് ശുശ്രൂഷ ചെയ്യും ആ ഒരു ആത്മീയ ബന്ധവും ദൈവം നൽകി തന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നും സാർ ഒരു വേദവിദ്യാർത്ഥിയുടെയാണ്. എപ്പോഴും തൻ്റെ വീട്ടിൽ ചെന്നാൽ വേദപുസ്തകവും പഠന പുസ്തകങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലാണ് താൻ ആയിരിക്കുന്നത്. തൻ്റെ ശുശ്രൂഷയുടെ പിന്നിൽ നാം കാണാതെ അറിയാതെ കേൾക്കാതെ ഇരിക്കുന്ന ഒരു അമ്മാമയുണ്ട്, പ്രഭ ആൻറ്റി. പ്രിയ വിദ്യാർത്ഥിയുടെ പ്രാർത്ഥനയും പിൻബലവുമാണ് ഈ ശുശ്രൂഷയ്ക്ക് മഹത്വകരമാക്കി തീർത്തിരിക്കുന്നത്. നമുക്ക് പ്രിയ ദേവദാസിനെ കുറിച്ച് എനിക്ക് പറയാൻ അർഹതയില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഒത്തിരി മുൻപിലാണ് പ്രിയ ദേവദാസൻ നിൽക്കുന്നത്. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവനെ ഞാൻ മാനിക്കുമെന്ന തിരുവഴുത്തിൻ പ്രകാരം നമ്മുടെ സ്നേഹാദരവുകൾ ഈ മാതൃസഭയുടെയും ഈ ജന്മനാടിൻ്റെയും ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ സ്നേഹാദരവുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം പ്രിയ ദേവദാസൻ ഒരിക്കലിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദ്രവ്യാഗ്രഹമില്ലാത്ത, തലക്കനമില്ലാത്ത, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുതന്ത്രങ്ങൾ ഉപയോഗിക്കാത്ത, ഇന്നും വിശ്വസ്തയോടെ തിരുവേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന, എനിക്ക് മുമ്പ് പ്രസ്താവിച്ച പ്രിയ ശുഭഭാഷ പറഞ്ഞതുപോലെ ഇന്നും കവലകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സാറിന് ഇപ്പോഴും താല്പര്യം. എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അനേകർ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പാലക്കാട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ കൊടുങ്ങല്ലൂർ വന്നു. എൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു ഹൈന്ദവ സഹോദരൻ ഒരു നോട്ടീസിൻ്റെ താളെടുത്ത് എന്നെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ മനുഷ്യനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലാണ് ഞാൻ ദൈവത്തെ അറിയാൻ ഇടയായി തീർന്നത്. നമ്മളറിയാത്ത, കേൾക്കാത്ത അനേക പ്രിയപ്പെട്ട ആയിരക്കണക്കിന് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാൻ, ആ കൃപയിലേക്ക് വരുവാൻ ലളിതമായ സരസമായ നിലയിലുള്ള തൻ്റെ പ്രഭാഷണ ചാതുര്യം കൊണ്ട് അനേകരെ നിത്യയിലേക്ക് നയിക്കുവാൻ കർത്താവ് കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ശ്രേഷ്ഠ ഇടയനായ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ തേജസ്സിന്റെ കിരീടം പ്രാപിപ്പാൻ പ്രിയ ദൈവദാസനെ കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ. തിരുനാമത്വത്തിനായി ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും ദൈവം ആദരിക്കുകയും മാനിക്കുകയും പുതുകൊണ്ട് നിറയ്ക്കട്ടെ. മല്ലപ്പള്ളി, കുമ്മനാട് റീജിയൻ ഷാരോൺ ഫെലോഷിപ്പ് സഭകളുടെയും മുണ്ടിപ്പള്ളി മറ്റേതര ഭാഗങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ റീജിയൻ്റെ പേരിലുള്ള എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് സമയം തന്ന പ്രിയ ദേവദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു.
ലാളിത്യം മുഖമുദ്രയാക്കിയ തലക്കലകളില്ലാത്ത ജാടകളില്ലാത്ത ദേവദാസന്റെ ആതിഥ്യം സ്വീകരിപ്പാനും അദ്ദേഹത്തോട് ഒരുമിച്ച് സഹകരിപ്പാനും എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ കുറിച്ചുള്ള പല പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതി എൻ്റെ അറിവിൽ അദ്ദേഹത്തിന്റെ ചരിത്രം കൂടുതലായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് കൃഷ്ണൻ കണ്ടെത്തിയ ക്രിസ്തു എന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ഒരധ്യായത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വേവിച്ച ഒരു പാട്ടം മണ്ണെണ്ണ ചെലവായല്ലോ, ആരെയും കിട്ടിയില്ലല്ലോ. ആ രോദനം കർത്താവിന്റെ കാതുകളിലെത്തിയപ്പോൾ കർത്താവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അതാണ് പിൽക്കാലത്ത് ലോകം അറിയപ്പെടുന്ന പ്രഭാഷകനായി മാറിയ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്ന നമ്മുടെ സ്നേഹ സമ്പന്നനായ ദേവദാസൻ. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ വാത്സല്യം വെല്ലുവിളിച്ച് മാമൂട്ടിൽ അന്നമ്മ മാത്യു കർത്തൃദാസൻ രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചും അദ്ദേഹം ശുശ്രൂഷയിൽ അനുഭവിച്ച വൈഷമ്യങ്ങളെ കുറിച്ചും പഠന കാലയളവിൽ അനുഭവിച്ച വൈതരണികളെ കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഓർമ്മയിലുണ്ട്. ഇതുവരെ ദൈവം നിർത്തി കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ഒരാളിനെ എത്രമാത്രം ദൈവം ഉപയോഗിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് പ്രിയ കർത്തൃദാസൻ. അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ഒരു കൊച്ചറക്കാരെന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, തുടർന്നും ശുശ്രൂഷ ശക്തമായി ഉപയോഗിക്കട്ടെ. കർത്തൃദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള സന്ദർഭമായി ഈ യോഗത്തെ കർത്താവ് മാറ്റിയല്ലോ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ഇന്നും എന്നേക്കും ശോഭിക്കും. കർത്തൃദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാമൂട്ടിൽ കുടുംബാംഗങ്ങളുടെ പേരിലും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കുമളി സഭയിലെ ശുശ്രൂഷകന്മാരുടെ പേരിലും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യനായ പോൾ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതനായ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന് മാത്രമല്ല, തന്നോട് അടുത്തിടപഴകിയ ഓരോ വ്യക്തികൾക്കും അനുഗ്രഹീതമായ നിലകളിൽ ഇടപെടുകയും പല ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഒരു തലക്കനമില്ലാതെ ഏവരോടും സൗമ്യപരമായ നിലകളിൽ ഇടപെടുകയും താഴ്മയോടെയുള്ള തൻ്റെ സൗഹാർദ്ദമായ ഇടപെടലുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ശാരോൻ ഫെലോഷിപ്പ് ചർച്ചിന് മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹത്തിന് എല്ലാം തന്നെ അഭിമാനമായി കർത്താവ് ഈ കാലഘട്ടമത്രയും 50 വർഷം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നും ദൈവദാസനെ കുടുംബത്തെയും കർത്താവിൻ്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ സർവകൃപാലുവായി ദൈവം ഇടയാക്കപ്പെട്ടെ ഓർപ്പിച്ചുകൊണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന IPC ഹെബ്രോൻ ആമയാർ സഭയുടെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസരം നൽകി തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ താഴ്ന്നിരുന്നുകൊള്ളുന്നു. പാസ്റ്റർ സജി മാത്യുവിന് ശേഷം ചർച്ച് കുമ്മളി സെൻട്രലിലെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ബി ലാലു ഇപ്പോൾ ചില വാക്കുകൾ അറിയിക്കും. കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ 50 വർഷമായി ഈ കൊച്ചറ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷത്തിൻ്റെ തിരുനാളം തന്നാലാവോളം ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ആ ദേവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ നിർത്തിയ ദൈവം കർത്താവിൻ്റെ ദാസനെയും ധാരാളമായി ആയുസ് നൽകി, ആരോഗ്യം നൽകി, കർത്താവ് ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളിലും സമർത്ഥമായി നടത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ടപ്പേട് അസംബ്ലീസ് ഓഫ് സഭയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന സൺഡേ സ്കൂൾ കുമളി സെക്ഷൻ്റെയും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അവസരം തന്ന ദേവദാസന് നന്ദി പറയും. താങ്ക് യു. അധ്യക്ഷബന്ധിതമായിരിക്കുന്ന സദസ്സിന് സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കൊച്ചറ പ്രദേശത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ച് ശക്തനായി ഉപയോഗിച്ച ദൈവത്തിൻ്റെ ദാസൻ 50 വർഷം തികഞ്ഞപ്പോൾ സഭാ വ്യത്യാസം കൂടാതെ എല്ലാവരെയും തന്നെ മാതൃസഭയിൽ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിരിക്കുന്ന പല സഭകളിലും ദേവദാസനെ വിളിച്ച് ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്നും അവിടുത്തെ ദൈവമക്കൾ മറക്കാത്ത അനുഭവങ്ങളാക്കി പറയാറുണ്ട്. ലളിതമായ ഭാഷയിൽ തന്നെ ഏൽപ്പിക്കുന്ന ആ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം വളരെ സന്തോഷത്തോടെ ശുശ്രൂഷിച്ച ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സർവശക്തൻ കർത്താവിൻ്റെ ദാസനെ ആരംഭത്തെക്കാൾ അവസാനമായിട്ട് ആ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ശക്തമായ നിലയിൽ ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ കുമളി സഭ, എൻ്റെ കുടുംബം, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സെൻറ്ററിലെ 11 ശുശ്രൂഷന്മാരുടെ എല്ലാവരുടെയും കൃതികമായ വന്ദനം ദേവദാസൻ അറിയിക്കുന്നു. സർവശക്തൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദേവദാസന്മാരോട് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഈ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ വേറെ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം അടുത്ത സെഷൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കോട്ടയം ഹൈ റേഞ്ച് റീജിയൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സി ഏലിയാസ് അവറുകളാണ്. കർത്താവിദാസൻ തുടർന്ന കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. യേശു
കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും വിവിധയിടങ്ങളിൽ കടന്നു വന്ന ദൈവജനങ്ങൾക്കും കർത്താവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ നന്ദിയോടെ ഇതുപോലെ കാലം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി തന്നല്ലോ. പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അറിയപ്പെടുന്നത് കൊച്ചറ ഗോപാലകൃഷ്ണൻ ദാസനാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസനെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു. 1982 സാറുമായിട്ടുള്ളതായ എൻ്റെ ബന്ധം. ശരൺ ബൈബിൾ കോളേജിൽ താനൊരു അധ്യാപകനായി കടന്നു വരുവാനിടയായിത്തീർന്നു. അമ്മ താൻ കടന്നു വന്ന് ഞങ്ങളെ വചനം പഠിപ്പിക്കുകയും അപ്പോൾ തന്നെ കുഴിക്കാല സഭയുടെ ശുശ്രൂഷകനായി ചാർജ് എടുത്തു. അനേക കാര്യങ്ങൾ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ശുശ്രൂഷ മുഖത്ത് അത് ഞങ്ങളെ പരിശീലിപ്പിക്കുവാൻ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഞങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ 3 പേര്, ഫസ്റ്റ് എ ബി ജോസഫ്, ഫസ്റ്റ് ഫിലിപ്പോസ് മാത്യു, ഞങ്ങൾ 3 പേരെയും ടിപ്പിഷാനോട് പറഞ്ഞിട്ട് ഞങ്ങളെ 3 പേരെയും കുഴിക്കാല സഭയിൽ അയക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും പോകും. ഞങ്ങളെ 3 പേരെയും അതേ വിവിധ ഭവനങ്ങളിലേക്ക് സുവിശേഷം പറയുവാൻ ഒരു പരിശീലന കർത്താവിൻ്റെ ദാസൻ സുവിശേഷം എങ്ങനെ പറയണം, എങ്ങനെ ഇടപെടണം, എങ്ങനെയാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പെരുമാറേണ്ടത്, ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ സുവിശേഷകന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ താൻ അന്ന് പഠിപ്പിച്ചത്. തുടർന്ന് തൻ്റെ ശുശ്രൂഷ മുഖത്ത് അനേക സന്ദർഭങ്ങളിൽ ഞാൻ ശുശ്രൂഷ സഭകളിൽ കടന്നു വരുവാനും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ശരീരമായിട്ട് എനിക്ക് പ്രയാസം രോഗമുണ്ടായിരുന്നു. സാറിന്നും അത് ഓർക്കുന്നു. എന്നെ കാണുമ്പോഴൊക്കെ ശരീരത്തിൻ്റെ സ്ഥിതി എങ്ങനെയിരിക്കും, ആ മെമ്മറി, ആ ഓർമ്മ ഞാൻ ഓർക്കാറുണ്ട്. എന്തായാലും കർത്താവിൻ്റെ ദാസനെ കേട്ടതുപോലെ ഹെഡ് വൈറ്റ് ഇല്ലാതെ, തലക്കനവില്ലാതെ ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കുവാൻ കരുതുവാനുള്ളൊരു കൃപ കർത്താവിൻ്റെ ദാസന് കൊടുത്തു. അങ്ങനെ കർത്താവിൻ്റെ ദാസനുമായിട്ട് ആ ബന്ധം ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുവാൻ എനിക്കും കർത്താവ് അവസരം ഒരുക്കിയതോർത്ത് സ്തുതിക്കുന്നു. ശരം ഫെലോഷിപ്പ് ചർച്ചിന് മാത്രമല്ല, നമ്മൾ കേട്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ അത് പെന്തക്കോസ്ത് സമൂഹത്തിന് അത് തൻ്റെ പ്രസംഗത്തിലൂടെ മാത്രമല്ല, അധ്യാപനത്തിലൂടെ മാത്രമല്ല, അത് ഗ്രന്ഥ രചനകളിലൂടെ നമ്മൾ കേട്ടതുപോലെ ചില പുസ്തകങ്ങൾ വായിച്ച് അനേകര് താൻ എഴുതിയ ടൈറ്റിൽ വായിച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. അങ്ങനെ ശരം ഫെലോഷിപ്പ് ചർച്ചിനുള്ള ബന്ധത്തിൽ കൗൺസിൽ അംഗമായി, കുമ്മനാട് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി വിവിധ നിലകളിൽ പ്രസ്ഥാനത്തിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുകയും ചെയ്യുന്നു. പകൽക്കാലം അത് കർത്താവിൻ്റെ വചനത്തിൽ ഒരു വേദഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഞാനിരിക്കുകയാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുകയും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് വചനത്തിലും ഉപദേശത്തിലും തൻ്റെ ജീവിതം തന്നെ ഒരു മാതൃക, പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിക്കുക എന്നുള്ളത് അത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ നാം വായിച്ചതുപോലെ തന്നെ അത് ഉപദേശത്തിൽ, വചന ശുശ്രൂഷയിൽ, വചനം പഠിപ്പിക്കുന്നതിൽ, ഉപദേശത്തിൽ അത് യാതൊരു കോട്ടം വരുത്താതെ താൻ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടി 50 വർഷക്കാലം ശുശ്രൂഷയിൽ അത് വർദ്ധിച്ചു വരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്തല്ലോ. തന്നോട് ചേർന്ന് കർത്താവിന്റെ ദാസിയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം നമുക്ക് കൃപ നൽകി. തുടർന്നും കർത്താവിന്റെ വേലയിൽ അതേ ശക്തമായി ഉപയോഗിക്കട്ടെ. ഞാൻ വന്നപ്പോൾ കർത്താവിന്റെ ദാസ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതാണ്. കൊറോണ വന്നു, അതോടൊപ്പം ന്യൂമോണിയായും ബാധിച്ചു. രാവിലെ നിങ്ങളും സംസാരിച്ചു. എന്നാൽ കർത്താവ് ആയുസ്സിനെ നീട്ടിക്കൊടുത്തത് കൊണ്ട് ചിലരോടുകൂടെ സുവിശേഷം പറയുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം നമുക്ക് കൃപ നൽകി തന്നല്ലോ. പിന്നെയും ക്രൈസ്തവ ലോകത്തിന് മാത്രമല്ല, ലോകത്ത് മുഴുവൻ പിന്നെയും കർത്താവിന്റെ സാക്ഷിയായി തീരം കൊടുക്കുന്ന ഈ ആയുഷിന്റെ ദിനങ്ങൾ കുടുംബമായി കർത്താവ് അവരെ ശക്തമായ കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റീജിയനിലുള്ളതായ
കോട്ടയം ഹൈറേഞ്ച് റീജിയനിലുള്ളതായ എല്ലാ സഭകളുടെയും ദൈവദാസന്മാരെയും ഞങ്ങളുടെ എല്ലാ ആശംസകളും എൻ്റെ കുടുംബത്തിൻ്റെയും അറിയിച്ചുകൊണ്ട് ഞാൻ തുടർന്ന പേരുകൾ വായിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ ഇതുവരെയും വളരെ പക്വതയോടുകൂടെ സമയം വിനിയോഗിച്ചു. തുടർന്നും വളരെ പരിജ്ഞാനത്തോടുകൂടെ ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ 119 സങ്കീർത്തനം എഴുതിയ അതേ ആത്മാവാണ് 117 എഴുതിയത്. 119 176 വാക്യമുണ്ട്. എന്നാൽ 117 2 വാക്യം മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്തും ഒരു തോതുണ്ട്. 119 അകത്ത് നമുക്ക് വേണ്ട ആലോചനയുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഓക്കെ. തുടർന്ന് മണക്കാല അധ്യാപകനും കർത്താവ് പോൾ പാസ്റ്ററെ വളരെ അടുത്ത സ്നേഹിതനുമായിരുന്ന നമ്മൾ അതിലിരിക്കുന്ന മണക്കാല FTS അധ്യാപകനായിരുന്നു. ഇപ്പോൾ ന്യൂയോർക്കിൽ താമസിച്ച് കർത്താവിൻ്റെ വേലയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഏബ്രഹാം അവരുകൾ മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ അറിയിക്കുക. ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ സമയം ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചത്. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ന്യൂയോർക്കിൽ കടന്നു വന്നു. അവിടെയുള്ള IPC ചർച്ച വെച്ച് പറഞ്ഞപ്പോൾ തന്നെ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞു, ഒരു അമിച്ച സമയമാണ്. കൊച്ചപ്രദേശത്ത് വെച്ച് എനിക്ക് ബൈബിൾ ആദ്യമായി തന്ന ആ പിതാവിൻ്റെ മക്കളും പ്രിയ മാതാവ് കൂടിയിരിപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. അന്ന് ആ ബൈബിൾ കൊടുത്ത ആ പ്രിയ പിതാവ് മലയാള മനോരമയിൽ മാമ്മമാരോട് ഒന്നിച്ച് ജോലി ചെയ്ത് സുവിശേഷ വെളിച്ചം കിട്ടിയപ്പോൾ ആ ജോലി രാജിവെച്ച് മുല്ലശ്ശേരി കുടുംബം കൊല്ലാട് അറിയാവുന്നവർക്കറിയാം. അവിടുന്ന് തനിക്കൊണ്ടായിരുന്ന എല്ലാവരും ഇട്ടിട്ട് കച്ചവട പ്രദേശത്ത് വന്നാണ്. എന്നാൽ ആ പിതാവ് ബൈബിൾ വന്ന് പറഞ്ഞപ്പോൾ ദൈവം തന്നെ ആ ബൈബിൾ കൊടുക്കുവാൻ ഉപയോഗിച്ച് ഓർത്തുകൊണ്ടുപോകും. ദൈവത്തെ ഒരു പ്രത്യേക വിളി ദൈവദാസനുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയാണ്. ദൈവദാസൻ ന്യൂയോർക്ക് വരുമ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന IPS ചർച്ച് അവിടെ എപ്പോഴും വന്ന് ശുശ്രൂഷിക്കും. താൻ ഷാരോന്റെയോ ഏതെങ്കിലും ചർച്ചിന്റെയോ വ്യക്തിത്വമല്ല, താൻ ദൈവജനത്തിന്റെ ഒരു അഭിമാനമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസ് പറയും പോലെ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിട്ട് താൻ ശുശ്രൂഷിക്കുകയാണ്. അത് ഈ ദേശത്ത് നിന്ന് ന്യൂയോർക്കിൽ ഇപ്പോൾ 54 സഭയുണ്ട്. IPC ചർച്ചക്കൊണ്ട് ഷാരോണ്ട് ഇൻഡിപെൻഡന്റ് എല്ലാം ഞാൻ ആ ചർച്ചയുടെ എല്ലാം വിളിച്ചു കൂട്ടി അതിനെല്ലാം പൊതുകാര്യം ചെയ്ത് കോർഡിനേറ്ററാണ്. കഴിഞ്ഞ 40 വർഷം ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷ ദൈവദാസനോട് വരുമ്പോൾ വ്യത്യാസം കൂടാതെ എല്ലാ സഭയെയും വിളിച്ച് ചേർത്ത് അനുഗ്രഹമായ ശുശ്രൂഷ തന്നെ കൊണ്ടുചെയ്യും. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഒരു 38 വർഷം മുമ്പ് പാസ്റ്റർ ഗോപാലകൃഷ്ണൻ ദേവദാസൻ ന്യൂയോർക്കിൽ വന്നപ്പോൾ തന്നെയും കൂട്ടിയിട്ട് ഞാൻ വേൾഡ് ട്രേഡ് സെന്റർ കാണുവാനായിട്ട് ആ ട്രേഡ്സിന്റെ ഏറ്റവും മോളിൽ പോയി ന്യൂയോർക്കൊക്കെ കണ്ടത് എനിക്ക് വലിയ സന്തോഷമായി. അതൊരു വലിയ കാഴ്ചയാണ്. എന്നാൽ ഇന്നാൽ വേൾഡ് ട്രേഡ് സെന്റർ ഇല്ല. എന്നാൽ തന്നെ വിളിച്ച തന്നെ വേലക്കാക്കിയ സ്വർഗത്തിന് ദൈവം ഇന്ന് ജീവിക്കുകയാണ്. ആ ദൈവദാസത്തെ ഇന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറാത്ത ദൈവത്തെ മാറാത്ത ദൈവത്തെക്കായിട്ട് ആ തന്നെ വിശ്വാസത്തിനായിട്ട് ആ സ്നേഹത്തിനായിട്ട് തന്നെ ശക്തമായി ഉപയോഗിച്ച ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഗോപാലകൃഷ്ണനെ തന്നെ ശുശ്രൂഷിക്കുന്ന വ്യത്യാസം ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു പ്രത്യേകമായ ആകർഷണത്തിൽ ദൈവജനത്തെ മധ്യത്തിൽ യേശുവിനെ ഉയർത്താൻ എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ വിളിയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി എന്ത് ചെയ്യുക? കർത്താവിനെ സേവിക്കുക. കുറിച്ച് പറഞ്ഞാൽ വാസ്തവമാണ് ഈ വാക്യം. നല്ലൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ പ്രതിഫലങ്ങളോ അഭിനന്ദനങ്ങളോ ആശംസകളോ ഒന്നുമല്ല വരുന്നത്. അവകാശമെന്ന പ്രതിഫലം സ്വർഗം തരുമെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ വിളിച്ചതാണ്. ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും നമ്മെ എവിടെയായിരുന്നാലും യേശുവിനെ ഉയർത്തുക, യേശുവിനെ
ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോഷുവ വളരെ വോയിസ് ചെന്ന് വൃദ്ധനായി ചെന്ന് ജോഷുവ 13:1 says. എന്നാൽ അവിടെ ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. ജോഷുവ പറയുകയാണ്, ഇനി വളരെ ദേശം കൈവശമാക്കുക. There is much more that it to be possessed. എത്ര പേര് വിശ്വാസം വിളിച്ചു പറയും? തന്റെ ശുശ്രൂഷ ഹല്ലേലൂയ ഇന്നവരെ കണ്ടതിലും അത്യുജ്വലമായ തേജസ്സോടുകൂടിയ ഒരു വലിയ ശുശ്രൂഷ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ ശക്തിയോട് ഏൽപ്പാനായി മുകളിൽ എത്തി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അവകാശമായി ചോദിക്കാം. ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ആ തേജസ്സേറിയ ശുശ്രൂഷ ദൈവം തന്നെ വാസനപ്പെടുത്തി ജയിപ്പാനോട് അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. God bless you. Thank you. പാസ്റ്റർ സുമേഷ് മുന്തിയപ്പള്ളി ഷാരോൺ, ബ്രദർ സുകുമാരൻ പോൾ സാറിൻ്റെ ബ്രദറാണ്. പാസ്റ്റർ VS വിനോദ് അടിമാലി AG പ്രസ്പെക്ടറാണ്. ഞങ്ങളുടെ പ്രിയ പോൾ പാസ്റ്ററുടെ ശുശ്രൂഷയിൽ 50 വർഷം പിന്നിടുന്ന ഈ സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കെടുപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിന് സ്തോത്രം. പാസ്റ്റർ എപ്പോഴും പറയുമ്പോൾ 100 വാക്കാണ് പ്രിയ ഈ കൊച്ചറയെ കുറിച്ച്. താൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ കർത്താവിനെ പിൻപറ്റിയ നാൾ മുതൽ ഇന്ന് വരെ കർത്താവിൻ്റെ വേലയിൽ ദൈവം അധികമായി ശോഭിപ്പാൻ ഇടയായതിൻ്റെ സാക്ഷ്യം ഈ ദേശത്ത് പ്രസ്താവിപ്പാൻ ദൈവം കൃപ കൊടുത്തതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് തീരാത്ത കടപ്പാടുള്ള 2 ദേവദാസന്മാരാണ്. ഒന്ന് പോൾ പാസ്റ്റർ, ഒന്ന് ക്രിസ്തുദാസ് സാറ്. പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യങ്ങളടങ്ങുന്ന കൃഷ്ണൻ കണ്ടെത്തിയ ക്രിസ്തു എന്ന പുസ്തകം പ്രിയ ക്രിസ്ത്യൻ സാറാണ് അത് എഴുതിയത്. ആ അനുഭവമാണ് 2005 എൻ്റെ ജീവിതത്തെ മാറ്റിയത്. അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ദൈവമേ ഈ ദേവദാസൻ്റെ കൂടെ കുറച്ച് നാളൊക്കെ നിൽക്കാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രിയ ദേവദാസൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അടുത്ത് അറിയാവുന്ന രീതിയിൽ തൻ്റെ ജീവിതം, തൻ്റെ പ്രയാസങ്ങൾ, ശുശ്രൂഷയോടുള്ള തൻ്റെ കമ്മിറ്റ്മെൻറ്റ്, സഭയോടുള്ള ദൈവവചനത്തോടുള്ള പ്രതിബദ്ധതകൾ, എന്നതിനേക്കാൾ ഉപരിയായി ദൈവവേലയോടെ കാണിക്കുന്ന ആത്മാർത്ഥതകൾ, താൻ സ്നേഹിക്കുന്നവരെ കൂടുതലും വഴക്കാണ് പറയാറ്, സ്നേഹം കൊടുക്കുന്ന തൻ്റെ രീതി അങ്ങനെയാണ്. ഒത്തിരി വഴക്ക് കേൾക്കാനുള്ള ഭാഗ്യം പ്രിയ ദേവദാസന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നീതിമാന്റെ ഓർമ്മ എന്നേക്കും ഇരിക്കും. ഞങ്ങളുടെ മുണ്ടിപ്പള്ളി സഭയ്ക്ക് ഞങ്ങളുടെ സഭയുടെ നേതൃത്വമാണ് പ്രിയ ദേവദാസൻ. ഞങ്ങൾക്ക് പറയാൻ 1000 വാക്കുകളുണ്ട്, പക്ഷെ സമയബന്ധിതമായി നടത്തപ്പെടുന്ന യോഗമാണല്ലോ. ഇതുപോലെ സമയബന്ധിതമായി നടത്താൻ ഞങ്ങൾ മുണ്ടിപ്പള്ളിയിൽ ആഗ്രഹിച്ചിട്ട് 8:30 തീരാൻ ഉദ്ദേശിച്ചത് 10:30 തീർന്നു. പക്ഷേ ഇന്നങ്ങനെ ആകില്ലെന്ന് ഉറപ്പുണ്ട്. ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്ന പ്രിയ പ്രവേദി, കർത്താവിദാസൻ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒത്തിരി പ്രചോദനമാണ് പ്രിയ ദേവദാസൻ്റെ ശുശ്രൂഷ. നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കും. ചിരിച്ച മുഖത്തോടെ പാസ്റ്റർ വന്ന് ആ ചർച്ചിൽ 3 കസേര ഒരു സൈഡിൽ, 3 കസേര മറ്റു സൈഡിൽ, നടുക്കൊരു കസേരയിൽ വന്നിരിക്കുമ്പോൾ ആ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന ആ ഭാഗം ഞങ്ങൾ മുണ്ടിപ്പള്ളി സഭയെക്കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. ഇന്നീ സ്തോത്ര പ്രാർത്ഥനയിൽ 2 വാക്ക് പറയാൻ എനിക്കും അവസരം ലഭിച്ചതോർത്തും ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. കർത്താവ് ഇനിയും അധികം ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ ശക്തമായി അനേകായിരങ്ങളെ എഴുന്നേൽപ്പിക്കാൻ, കർത്താവിനെ അറിയിക്കാൻ ഒക്കെ ദൈവം ഭാഗ്യം തരട്ടെ.
കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ CM എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എല്ലാം അനുമോദനങ്ങൾ, ആശംസകൾ ഈ സമയത്ത് നേരിടുന്നു. എല്ലാ അനുഗ്രഹങ്ങൾ ദേവദാസന് ദൈവം നൽകട്ടെ. അവസരം തന്നവർക്ക് നന്ദി. ഇരിക്കുന്ന അഭിഷേകന്മാരായ ദേവദാസന്മാരെ വന്ദനം ചെയ്യുന്നു. ഈ സഭയിലുള്ള എൻ്റെ സ്നേഹിതരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അഭിഷക്ത ദേവദാസന്മാരെന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. ഒരു കാലത്ത് ഈ ദൈവദാസന്മാരെ ഞാൻ മറ്റൊരു വഴിക്കായിരുന്നു കണ്ടത്. അന്ന് ഞാൻ പറഞ്ഞു, ഇവരെ എല്ലാം അടിച്ചടക്കിയെങ്കിൽ മാത്രമേ ഈ ഭാരതം നന്നാവൂ. അങ്ങനെ ഒരു കാലമുണ്ട്. എൻ്റെ അനുജൻ്റെ പ്രവർത്തനം എൻ്റെ കാഴ്ചയിൽ കണ്ട ഇപ്പോൾ ഞാൻ ഈ ദേവദാസന്മാരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ അഭിമാനിക്കുന്നു. അവരെന്തെല്ലാം ത്യജിക്കുന്നു. അവരുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തെ എല്ലാം വിട്ട് യേശുവിൻ്റെ പിറകിൽ വന്നിട്ട് അത് ഞാൻ കണ്ടത് എൻ്റെ അനുജൻ്റെ വേലയിൽ കൂടിയാണ്. ഞാനത് പശ്ചാത്തപിക്കുന്നു. എൻ്റെ അനുജനെപ്പറ്റി പറയുന്നെങ്കിൽ ഞാൻ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ഒരു 16 വർഷം ഞങ്ങൾ തമ്മിൽ പോരാടിയെന്ന് വേണം പറയാൻ. എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നേ അടങ്ങുകൊണ്ടുള്ള ആ തീരുമാനത്തിൽ എൻ്റെ പുറകെ നടന്നു. അവിടെ എത്രയോ നിന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി മതം മാറിയില്ലല്ലോ, വിവേകാനന്ദ സ്വാമി മതം മാറിയില്ലല്ലോ. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയായി എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം. ചേട്ടാ, നല്ല ചുവരുണ്ടെങ്കിൽ മാത്രമേ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അത്രമേ പറഞ്ഞു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതിന് പിന്നെ കാലം കടന്നുപോയി. എന്നെ വേറൊരു കാര്യം ചിന്തിപ്പിച്ചത്, ഞങ്ങൾക്ക് 6 ഏക്കർ സ്ഥലമുണ്ട് കുമരൂർ. അപ്പോൾ വീരത്തിന് വേണ്ടി ഞങ്ങൾ വഴക്ക് പിടിക്കുക സഹോദരന്മാരോട്. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി ഞാൻ വീരത്തിന് വേണ്ടി അമ്മയോട് വഴക്ക് പിടിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിങ്ങളുടെ സ്ഥലവും വേണ്ട, എൻ്റെ യേശുവിനെ മാത്രം എനിക്ക് വിട്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരുവല്ലായുടെ പ്രദേശത്തേക്ക് കടന്നു. അന്ന് ആരുമില്ല, 10 പൈസ കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് വേണ്ട, അന്ന് നല്ലൊരു വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. അതിനുശേഷം എത്രയോ പ്രാവശ്യം ഞങ്ങൾ വഴക്ക് പിടിച്ചു, ഒത്തിരി പ്രാവശ്യം കണ്ടുമുട്ടി. പക്ഷേ എന്നെ വെറുക്കാതെ തന്നെ എൻ്റെ പുറകെ നടന്നു. രക്ഷയുടെ പഠിക്കൽ അവസാനത്തെ നിമിഷത്തിൽ എനിക്കൊന്നും മനസ്സിലായി, എൻ്റെ സഹോദരൻ്റെ സ്നേഹം വെറുതെയല്ല. ഞാൻ അവിടെ ചെന്നു, മുണ്ടിയപ്പള്ളി ചർച്ചിൽ അദ്ദേഹം ഒരു 6 മണിയായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിടക്കുന്ന ഭാഷയിൽ നിന്ന് ഞാൻ അവിടെ വന്നേച്ച് കുനിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ മുന്നിൽ ചെന്ന് നിന്നു. ഞാൻ ചോദിച്ചു, യേശുവിനെ സ്വീകരിക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിറകണ്ണുകളോടെ മുട്ടുമടക്കം യേശുവിനെ സ്വീകരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര എൻ്റെ യേശുവിനെ ഞാൻ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? എൻ്റെ അപ്പനായിട്ട്. ഒരപ്പൻ മകനോട് കാണിക്കുന്ന ആ സ്നേഹം എത്ര വലുതാണ്. അവനൊന്ന് വീണാൽ, അവനൊന്ന് ഇടറിയാൽ, അവനൊന്ന് വിശന്നാൽ അപ്പനുണ്ടാകുന്ന ആ സ്നേഹം, അതാണ് ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നത്. എനിക്ക് 4 മക്കളുണ്ട്. ആ 4 മക്കളെ വിവാഹം ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രഭ ആ കാര്യമെല്ലാം ചെയ്യും. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണത്തിന് പോയി നിന്നും മാത്രമേ ഉള്ളൂ. ഇത്ര ആഴമേറിയ സ്നേഹം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? യേശു ആയിരിക്കും അതിൻ്റെ മാതൃപുരുഷൻ. ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇരുകൊള്ളാം. അങ്ങനെ ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വേദപുസ്തകം ഞാൻ രാത്രിയിൽ പോയി വായിക്കാൻ പോയി. വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി.
നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ പോയി സുവിശേഷം പറയുക എന്നുള്ള ആ വാക്യം. അദ്ദേഹം ഞാൻ ഒരു വാക്യത്തിൽ എനിക്ക് ഈ സകല സൃഷ്ടികളോടും സുവിശേഷം പറയണമെന്നുള്ള ആ മർമ്മം എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സകലം യേശുവല്ലേ സൃഷ്ടിച്ചത്. അപ്പോൾ സകല സൃഷ്ടികളോട് സുവിശേഷം പറയണമെന്ന് പറഞ്ഞാൽ ആ മർമ്മം സത്യം പറയാൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. 6 ദിവസം വേല ചെയ്യുക, 1 ദിവസം സുവിശേഷത്തിന് ഇറങ്ങുക. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ തീരുമാനമെടുത്തു. സുവിശേഷത്തിന് പോകണമെങ്കിൽ ഒരു 350 രൂപ വേണം. ഒരു ഓട്ടോ ഉണ്ട് എനിക്ക്. ഒരു ചെറിയ മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുത്തു. വിനോദുണ്ട്, ഗിരീഷുണ്ട്, ഞാനുണ്ട്, വേറെ കറക്റ്റിയും 2 പേര്. കവലകളിൽ പോയി യേശു നല്ലവനാണ് ഇത്രയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ വളരെ ഞെരുക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാഷനോട് പറഞ്ഞു, സഹോദരാ, ഞാൻ ഈ മൈക്ക് സെറ്റിൻ്റെ കാശ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിക്കും, എങ്ങനെയുണ്ട് ചേട്ടാ പ്രവർത്തനമൊക്കെ? ആ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വിഷയം പറഞ്ഞു, ഇന്ന പോലെ 300 രൂപ മൈക്ക് സെറ്റിൻ്റെ വാടക തരാം. പുള്ളി പറഞ്ഞു, വാങ്ങിച്ചേക്കരുത്. എനിക്കങ്ങ് അരിച്ചു പോയി. ഇടാ ഇദ്ദേഹം തരുന്നില്ല, ഈ കാശ് മേടിക്കുന്നില്ല. എൻ്റെ സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ പറയാം. അതിൻ്റെ അർത്ഥം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്നെ ദൈവം അനുഗ്രഹിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ആ തലങ്ങൾ, ആ മനുഷ്യനോട് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിലക്കണ്ടായിരിക്കും. എൻ്റെ ഞാൻ പറഞ്ഞ ആ അർത്ഥം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ദൈവം എത്ര വലിയത്! ഈ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ എൻ്റെ സഹോദരൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ദൈവത്തെ കണ്ടുമുട്ടുകയില്ല. ദൈവത്തെ കാണുവാനൊരു ചവിട്ടുകയായി നിന്നുകൊണ്ട് ഞാൻ അതിൽ കൂടിയാണ് ദൈവത്തെ കണ്ടുമുട്ടിയത്. 16 വർഷം ഞാൻ ഇതിനു വേണ്ടി നിന്നു. എൻ്റെ അനുജനല്ലെങ്കിൽ വേറെ ഒരു ഉപദേശയുടെ കീഴിൽ ഞാൻ വരാറില്ല. അദ്ദേഹത്തിൻ്റെ മാതൃക ജീവിതം അതാണ് എന്നെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ എനിക്ക് ഈ സമയം തന്ന അധ്യക്ഷനെ ദൈവമക്കളെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ദിവസം എന്നെ സ്നാനപ്പെടുത്തിയത് കൊച്ചച്ഛനാണ്. ഞാൻ സ്നാനപ്പെടുമ്പോൾ കൊച്ചച്ഛൻ പ്രാർത്ഥന എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഇവനെ കൊണ്ട് 1000 സ്നാനപ്പെടുത്താൻ കർത്താവ് കൃപ നൽകണമെന്ന് കൊച്ചച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചച്ഛൻ എൻ്റെ ഉള്ളം കലങ്ങുന്നുണ്ടായിരുന്നു. എനിവേ 100-400 പേരിലധികം ആൾക്കാരെ സ്നാനത്തിലേക്ക് നയിക്കാൻ കർത്താവിന് കൃപ. കുറേ വിശ്വാസ സമൂഹങ്ങൾ കർത്താവ് 2 സഭകൾ സ്ഥാപിക്കാൻ കൃപ നൽകി. ഇപ്പം ഞങ്ങളുടെ സമൂഹത്തിൽ 10-16 സഭകൾ അതിൻ്റെ പ്രൊസ്പെക്ടറാക്കി. ഇതൊക്കെ ചെറിയ കാര്യം. ഞാൻ പറഞ്ഞത് കൊച്ചച്ഛൻ്റെ കീഴിൽ എന്നെ കൊച്ചച്ഛൻ വലുതായിട്ട് വളർത്തിയില്ല. അപ്പോൾ പറയുന്നതിനാ അത് ഭയങ്കര ലോജിക്കാണ്. പുള്ളി അദ്ദേഹം എന്നെ മാറ്റി നിർത്താൻ കാര്യം ഞാൻ തനിയെ വളരണം. അത് ഭയങ്കര കീഴെ പോയിരുന്ന അത്ര വളരത്തില്ലായിരുന്നു. പക്ഷെ തനിയെ വളരുന്ന വലിയൊരു ഐഡിയോളജി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ശുശ്രൂഷ തലങ്ങളിൽ നമുക്കെടുക്കുന്ന തീരുമാനങ്ങളും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എൻ്റെ മൈൻഡ് സെറ്റപ്പുകളും ഒക്കെ എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര കഴിവുണ്ടായി. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന അസംബ്ലിയോട് സമൂഹത്തിന് അതിൻ്റെതായ ഒരു പാറ്റേണുണ്ട്, ഷാറൂഖ് സഭയ്ക്ക് അതിൻ്റെതായ ഒരു പാറ്റേണുണ്ട്. പക്ഷേ ആ വഴിയിൽ അങ്ങനെ ഒന്ന് വളരാൻ വലിയൊരു വേദിയുണ്ടായി. ഞാൻ ആദ്യമായിട്ട് സഭ പ്രവർത്തനം തുടങ്ങുന്നത് അടിമാലിയിലെ ഇരുമ്പുവാല സ്ഥലത്ത് ഒരു കൊച്ചു സഭ 10-14 പേര്. ആദ്യമായിട്ട് ഞാനൊരു കൺവെൻഷൻ നടത്തുകയാണ്. കൊച്ചച്ഛൻ അന്ന് ഞാൻ പ്രസംഗത്തിന് വിളിച്ചു. അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് നേരത്തെ എനിക്കിട്ടോ എനിക്ക് മനസ്സിലായി എപ്പോഴൊക്കെ നേരത്തെ വരുമ്പോൾ അന്നെല്ലാം ഒരു കാര്യമായൊരു ഉപദേശം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അറിയാം. എന്നോട് എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എടാ, നീ കാണുന്ന സഭ, നീ കാണുന്ന വിശ്വാസം മൊമന്റിയ, താൽക്കാലികമാണ്.
ഇന്ന് നിന്റെ കൂട്ടത്തിൽ കാണുന്നവനൊന്നും നാളെ കാണത്തില്ല, സത്യമല്ല. പക്ഷേ എന്നോട് പറഞ്ഞാ നീ നേടുന്ന വിദ്യാഭ്യാസം, നീ സമ്പാദിക്കുന്ന വിദ്യാഭ്യാസം നിനക്ക് ഭയങ്കര ബഹുമാനമുള്ളത്. ഞാനതിൽ തന്നെ കരുത്തേക്ക്. അപ്പോൾ അതെന്നെ വേറെ തലത്തിലേക്ക് പോയി. ഞാൻ സത്യത്തിൽ പഠിക്കാൻ ഭയങ്കര മോശം ഉഴപ്പനായിരുന്നു, മുടിഞ്ഞ ഉഴപ്പനായിരുന്നു. പക്ഷേ സുവിശേഷം എന്നെ ഭയങ്കര മാറ്റം വരും. കർത്താവിൻ്റെ വാദം എന്നെ മാറ്റം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ആ മേഖലകളിൽ എൻ്റെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ, സഭാപ്രവർത്തനമാകട്ടെ, സഭാ ശുശ്രൂഷയാകട്ടെ, ഇതിലൊക്കെ ആഴമായ ഒത്തിരി കാര്യം നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. പറയുന്നത് വിവരമുള്ള കുറേ കാര്യം കൈത്താങ്ങി വളർത്താൻ ഒരാൾ നമ്മുടെ പുറകിലുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹം. എൻ്റെ പുറകിൽ ഒരു നിഴല് പോലെ കൊച്ചച്ഛൻ്റെ സാന്നിധ്യം, അതെൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എൻ്റെ വിവാഹമാകട്ടെ, എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സഭാതലങ്ങളിലൊന്നും കൊച്ചച്ഛൻ്റെ അഭിപ്രായമൊന്നും പറയുന്നത് അത് എൻ്റെ വ്യക്തി താല്പര്യവും എൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെയാണ് അതിനകത്ത്. പക്ഷേ ഒരു ഉന്നതമായ ശുശ്രൂഷയ്ക്കും വളർച്ചയ്ക്കും എൻ്റെ ശുശ്രൂഷയുടെ പുറകിൽ നിങ്ങൾ പറയുന്ന പോൾ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 32-ലധികം ആളുകൾ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൊച്ചച്ഛനാണ്. ഒരു കുടുംബത്തിൽ ഇത്രമാത്രം ആളുകളെ സ്വാധീനിച്ച ദൈവദാസന്മാർ കേരളത്തിൽ വളരെ കുറവായി. അപ്പോൾ അത്രയും സ്വാധീനം ഒരു കുടുംബത്തിൽ ചെലുത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ കാര്യമായ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് കിടക്കും. നിങ്ങൾ ഞങ്ങളെ ഓർത്തൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. തുടർന്ന് പാസ്റ്റർ യേശുദാസ്, പാസ്റ്റർ കൃഷ്ണദാസ് ലൈഫ് ഫോർ ഇന്ത്യ ബൈബിൾ കോളേജ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി വന്ന ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹീതമായ ഈ സ്തോത്ര പ്രാർത്ഥന ബഹുമാന്യ ഈ യോഗം അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, അഭിഷിക്തന്മാരുടെ ഒരു വലിയ നീണ്ട നിര ഈ പകൽക്കാലം ഈ ശുശ്രൂഷയിലുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. സാറിൻ്റെ വിവാഹമാണ് ആദ്യം നടന്നത്, രണ്ടാമത്തെ വിവാഹമാണ് എൻ്റെ വിവാഹം. വിവാഹത്തിനല്പം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വൃദ്ധ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ചെറിയ സഹായം ചെയ്യും, അത് മതി എന്ന് ഞാൻ തീരുമാനിച്ചു. വിവാഹം ഭംഗിയായി നടന്നു. ഇന്നയോളം ദൈവം നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവദാസൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം കാറിൽ ദൈവദാസൻ്റെ വാഹനത്തിൽ വരുമ്പോൾ ഓരോ സ്ഥലവും നിർത്തി കാണിച്ചില്ല, കണ്ണുകൾ പ്രിയാവശ്യമായ ചേട്ടൻ്റെ ആ വീട് അനുഗ്രഹിക്കപ്പെട്ട പെയിൻ്റ് അടിച്ച ഒരു അസമസമാണ് ചർച്ച് പുറ്റടിയിൽ കാണുവാനിടയിൽ. എത്രയോ അത്ഭുതമുള്ള ഒരു സാക്ഷ്യം. ദൈവദാസൻ യേശുവിനെ സ്വീകരിച്ച സ്ഥലം കാണിച്ചു തന്നു. ആദ്യമായി പരസ്യയോഗം ചെയ്ത സ്ഥലം കാണിച്ചു തന്നു. ഇതെല്ലാം നിർത്തി കഴിഞ്ഞ ദിവസമേ ദൈവദാസൻ വ്യാഴാഴ്ചയുടെ വരേണ്ടതാണ് എന്നെ കരുതിയാണ് വ്യാഴാഴ്ച വെയിറ്റ് ചെയ്ത് ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. രാവിലെ ഒരുമിച്ച് ദൈവവൃത്തിനോട് വരുവാനിടയായി. ആത്മീയ ഗോളത്തിൽ വലിയ മനുഷ്യനാണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത് വലിയ മനുഷ്യനായിട്ട്. അതിനേക്കാളും നിങ്ങളിവിടെ ആദരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വലിയ സന്തോഷം തോന്നി. ആത്മീയന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉയർച്ചയുണ്ടെന്നുള്ളത്
തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ പല കാര്യങ്ങളും എനിക്ക് അനുഭവ പാഠമാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ, അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷകൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരാത്മീകന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ലഭിക്കുന്ന 5 മിനിറ്റായാലും 10 മിനിറ്റായാലും ബഹുമാനീയ വിനോദ് ഇവിടെ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു. സുമാരൻ ചേട്ടൻ തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. ഇതെല്ലാം വളരെ ഹൃദയംഗമായി സ്വീകരിപ്പാൻ എനിക്ക് അവസരം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരവസരം തന്ന പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും ഇതിന് മുഖാന്തരം ഒരുക്കിയവരോടുള്ള പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ നിൽക്കുന്ന അസംസബ് കോളേജ് ചർച്ചിൻ്റെ പാറശാല സെക്ഷനിലുള്ളവരുടെയും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ ദേവദാസന്മാർക്കും എൻ്റെ പ്രിയ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതെൻ്റെ കുടുംബമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് എൻ്റെ മാതൃസഭയാണിത്. അത് വളരെ എനിക്ക് അഭിമാനമുണ്ട്. അതിലുപരിയായിട്ട് എൻ്റെ സഹോദരന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതിലും അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിൽ ജനിച്ചപ്പോൾ ഞാൻ ഏറ്റവും വലിയ ക്രെഡിറ്റായിട്ട് കണ്ട എൻ്റെ സഹോദരന്മാരെയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം പറയും, ഓ നീ ഭാഗ്യവതിയാണ്, നിനക്ക് 5 സഹോദരന്മാരുണ്ട്. അത് വലിയ അഭിമാനമായിരുന്നു എനിക്ക്. അതിലുപരിയായിട്ട് ഇന്ന് 50 വർഷം ശുശ്രൂഷയിൽ പൂർത്തീകരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെയ്തിട്ടുണ്ട്. 74 കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട ആ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ആലയമാക്കി തീർത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. ഈ പ്രാർത്ഥനയോ അന്യഭാഷയോ ആത്മാവിലുള്ള ആരാധനയൊന്നും അറിയാതിരുന്ന കാലത്ത് എൻ്റെ സഹോദരൻ ബൈബിളുമായിട്ട് ഞങ്ങളുടെ പറമ്പിൽ കാപ്പിയുടെ ചുവട്ടിലൊക്കെ പായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. റൂം അടച്ചിട്ടിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്കെന്താണെന്ന് മനസ്സിലാകില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം ഞാൻ വീക്ഷിക്കുകയുണ്ടായി. യേശുവിലായപ്പോൾ എന്തൊരു മാറ്റം! ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അത് അനർത്ഥമാക്കി തീർത്ത ആ ജീവിതം ഞാൻ കാണുകയുണ്ട് എൻ്റെ ഭവനത്തിൽ. അതെനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല മാതൃക എൻ്റെ സഹോദരനായിരുന്നു. വിശ്വാസത്തിൽ വന്നതിന് ശേഷം സ്നേഹത്തിലും എന്താണോ എൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളിലും എന്നെ കൈപിടിച്ച് നടത്തിയത് എൻ്റെ പ്രിയ സഹോദരൻ. യേശുവിനെ കണ്ടെത്തുവാനും ഭാഗ്യം കിട്ടിയത് ആ ഒരു ജീവിതത്തിലൂടെയാണ്. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കൊച്ചറയുടെ ദേശത്തു നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസത്തിൽ കടന്നു കർത്താവിൻ്റെ വേലയിലായപ്പോൾ അച്ഛന് ദൈവം അവസരം കൊടുത്തു. അതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ചെയ്ത ഈ വലിയ ഈ സമർപ്പണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ അച്ഛൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 43 വർഷക്കാലം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 43 വർഷക്കാലമായി ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ പലയിടങ്ങൾ ആയി കർത്താവിൻ്റെ വേല ചെയ്യുവാനും ശുശ്രൂഷയിലായിരിക്കാനും ദൈവം അവസരവും ഒരുക്കി. അതിന് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള സഭ ഇങ്ങനെയുള്ളൊരവസരം ഒരുക്കിയതിനായി എല്ലാവർക്കായി നന്ദി പറയുന്നു. എളിയവനെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ പിടിവിക്കും. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും. തുടർന്ന് ക്രിസ്തു സാറ് ആശംസ അറിയിക്കുന്നതായിരിക്കും. സാറിനൊക്കെ പരിചയപ്പെടുന്നില്ല. എന്നൊരു അധ്യാപകനാണ്. ഒരുമിച്ചാണ് എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചത്. ഏറെക്കുറെ 48 വർഷം മുമ്പ് ഒരു ഇളം നീല ഹാഫ് കൈ ഷർട്ടും ഒരു മുണ്ടെടുത്ത് ഒരു കയ്യിലെ ബ്രീഫ് കേസും
ഒരു കയ്യിൽ തുറന്ന ഒരു പുസ്തകവുമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ഒരുമിച്ച് ഞങ്ങളുടെ ആ ഒറ്റ വഴിയോ ഒറ്റപ്പാതയാണ് ആ കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഈ പുസ്തകം വായിച്ചു കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനെ ദൂരെ നിന്ന് തന്നെ ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അസാധാരണമായ ഒരു പ്രകാശമുണ്ട്. അന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കാനായിട്ട് അല്പസമയം നൽകപ്പെടുവാനിടയായി. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ ദാസൻ അന്ന് പ്രസംഗിച്ചു. ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ സ്നേഹിതരായി. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഗ്രേസ് ബൈബിൾ കോളേജിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു തരികയും അഡ്മിഷന് വേണ്ടിയുള്ള കാര്യം ക്രമീകരിക്കുകയും ചെയ്തു. ഞാൻ അവിടെ പോയി. ഏതാനും ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് പോൾ പാസ്റ്റർ അവിടെ പഠിക്കുവാനായിട്ട് വരുന്ന വിവരം ഞാൻ അറിയുന്നത്. വളരെ സന്തോഷമായി. അങ്ങനെ 3 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ടിടയായി. ധാരാളം അനുഭവങ്ങൾ. എൻ്റെ ആ 17 വയസ്സായപ്പോൾ അനുഗ്രഹീതനായൊരു കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്ക് ഒരുമിച്ചായിത്തീരുവാനായിട്ട്, ഒരു സ്നേഹബന്ധത്തിലാകുവാൻ, ഒരു മെൻറ്ററായിത്തീരുവാനായിട്ട് ദൈവം തൻ്റെ ദാസന് നൽകിയത് എൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റിമറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവ് തൻ്റെ ദാസനിലൂടെ ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളുടെയും ഉറവിടമാക്കി കർത്താവിൻ്റെ ദാസനെ തീർന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് 5 മിനിറ്റ് കൊണ്ടോ 50 മിനിറ്റ് കൊണ്ടോ പറയുവാനുള്ള അനുഭവങ്ങളല്ല. കഴിഞ്ഞ 47 വർഷക്കാലം നിങ്ങൾക്ക് വളരെ അടുത്ത് ഒരുമിച്ച് എല്ലാ മേഖലകളിലുമായിരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പോൾപാസ്റ്റർ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോൾപാസ്റ്ററുടെ യേശുവിന് സകലത്തെക്കാളും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം, അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, സഭാവിശ്വാസികളാകട്ടെ, കുടുംബമാകട്ടെ, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് യേശുവിൻ്റെ വിഷയങ്ങൾക്ക് ഒന്നാം സ്ഥാനം. രണ്ടാമതായിട്ട് സുവിശേഷം പറയുവാനുള്ളതായ വാഞ്ച. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ തിരുവല്ല ചാലിന് വന്നു, കണ്ടു, അഡ്മിഷൻ്റെ കാര്യം ചോദിക്കാനായിട്ട് അവിടെ അവസരം കഴിഞ്ഞു. ഞങ്ങൾ മണക്കാലേക്ക് പോകുമ്പോൾ വഴിയിലെല്ലാം ബസ് നിർത്തുമ്പോൾ ചുമ്മാ ഇങ്ങനെ വായിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ വാക്യം വിളിച്ചു പറയും. എനിക്ക് ആദ്യം ഒരു ഇതായിട്ട് തോന്നി, പിന്നീട് മനസ്സിലായി ഹൃദയം നിറഞ്ഞ് ആ സുവിശേഷാത്മാവുള്ളത് കൊണ്ടാണ്. അത് പിൽക്കാലങ്ങളിൽ വടക്കേന്ത്യ പോയപ്പോഴത്തേക്കും അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വന്ന ട്രെയിനുകളിൽ അങ്ങേറ്റം ഇങ്ങേറ്റം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രസംഗമാണ്. ഒരിക്കൽ ബസ്സിൽ വരുന്നതായ സമയത്ത് കുട്ടിക്കാലത്ത് പണ്ട് ബസ് നിർത്തിയിടുമായിരുന്നു. നിർത്തിയിട്ടപ്പോഴത്തേക്കും ഇംഗ്ലീഷിലൊക്കെ അന്ന് സായിമാരൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത് ബസ്സിൽ. എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. പാസ്റ്റർ എഴുന്നേറ്റ് ഡ്രൈവറുടെ പുറകെ നിന്നോട്ട് പ്രസംഗം തുടങ്ങി. ആദ്യം എനിക്ക് അല്പം പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് ഒരു വലിയ അനുഭവമായിട്ട് മാറ്റപ്പെട്ടു. ഞാൻ പറയാൻ വന്നത്, ആരോടും എപ്പോഴും സുവിശേഷം പറയുവാനൊരു ആത്മാവ് കർത്താവിൻ്റെ ദാസനുണ്ട്. ഇന്ന് നമ്മൾ ആദരിക്കുവാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് വന്നെങ്കിലും നമുക്ക് തിരിച്ചു പോകുമ്പോൾ ചില തീരുമാനങ്ങളുമായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ വന്നത് വൃഥാവായി പോകും. പോൾ പാസ്റ്റർ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ആ പ്രോഗ്രാം പൊട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്ന് അറിഞ്ഞ് മടങ്ങിപ്പോയാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ ദാസൻ്റെ ആ ഒരു സ്വഭാവം. രണ്ടാമതായിട്ട് സമയം ഉപയോഗിക്കുന്ന വിധം. ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ, എത്ര ക്ഷീണമാണെങ്കിലും ലഭിക്കുന്ന ഓരോ സെക്കൻഡും ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഉള്ളതായ സ്വഭാവം കർത്താവിൻ്റെ ദാസനുണ്ട്. കർത്താവ് നൽകിയിരിക്കുന്ന താലന്തുകൾ അത് ഒന്നും കുഴിച്ചു മൂടാതെ നിരന്തരമായിട്ട് വർദ്ധിപ്പിച്ച് ചെയ്തതിൻ്റെ ഫലമാണ് പല സാക്ഷ്യങ്ങൾ നമുക്കിവിടെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മളറിയാത്ത നിരവധി സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ സമയം അപകരിച്ചെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ തീരെയില്ലെന്ന് പറഞ്ഞൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1 Corinthians 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, പോൾ പാസ്റ്റർ എല്ലാം ചെയ്യുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിച്ചു. അനേകർക്ക് അനുഗ്രഹമാക്കി തീരുവാനിടയായി തീർന്നു. അനേകർക്ക് പ്രചോദനമായി. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും, ഉറപ്പ് നഷ്ടപ്പെടാൻ ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവമക്കളിൽ നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം. 2, കുലുങ്ങാത്തവർ. കുലുക്കുവാൻ ശ്രമിക്കുന്നവർ കുലുങ്ങുവാൻ സാധ്യതകൾ ധാരാളമുണ്ട്. കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം, ഒരു ചെറിയ പ്രയത്നം പോലും കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയേക്കാൾ ഉപരിയായിട്ട്
ഒരു വർധനവ് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത വാക്യം പ്രകാശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. കർത്താവെ, അങ്ങയുടെ വേലിയിൽ ഉറപ്പുള്ളവനായി കുടുങ്ങാത്തവനായി എപ്പോഴും കർത്താവിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് വർദ്ധിച്ചു വരുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ കടന്നു പോകാം. ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട പാസ്റ്റർ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ പിന്നെയും കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യത്തോടെ നിന്ന് അനേകരെ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രിയ പോൾ പാസ്റ്റർ ആത്മീയമായും ഭൗതികമായും എല്ലാ രീതിയിലും അനുഗ്രഹമായി തീർന്നതിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എന്നെ സഹായിക്കും. നിന്നെ വിളിച്ചവനുമ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീ അണയും വരയം ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സർപ്പൂരം നീ അണയും വരയും അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദീർഘവർഷത്തെ ശുശ്രൂഷയുടെ ഓർമ്മപ്പെടുത്തൽ നന്ദി കർത്താവിനെ അറിയിക്കുവാൻ വേണ്ടി കൂടപ്പെട്ട കൂട്ടായ്മ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന് ദാസന്മാർ, മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ, വിശേഷം ഇതിനെല്ലാം കാരണക്കാരനായ കർത്താവിദാസ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവരുകൾ തന്നെ ഈ നിലവാരത്തിൽ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് ആമേൻ മഹത്വവും കരയേറ്റുന്നു. 50 വർഷം മുമ്പ് ഈ ദേശത്ത് ഒരു സുവിശേഷ സ്നേഹിയല്ലായിരുന്നു എനിക്കറിയാം. ഞാനും ഒക്കെ ഞങ്ങൾ അയൽവാസികളും അന്നത്തെ സ്നേഹിതരും കൂട്ടുകാരും ഒക്കെയാണ്. കുറേശ്ശെയൊക്കെ ഞങ്ങൾ ദൈവത്തിന് വിരോധമായി അന്ന് നിന്ന ആളുകളാണെങ്കിലും ദൈവത്തിന് ആവശ്യം വന്ന സമയത്ത് ഓരോരുത്തരെയും വിളിച്ച് ഓരോ മേഖലകളിൽ ദൈവമാക്കി കർത്താവിൻ്റെ ദാസനെ ദൈവം ഉയർത്തി കൊണ്ടുവന്ന ആ പദവികളെ ഓർക്കുന്നു. തന്നെ ഗുണവിശേഷതകൾ അനവധി എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ 3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ദൈവജനത്തിൽ കാണുന്ന പോലെ അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ചത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ആമേൻ. നമ്മുടെ ഈ പ്രദേശത്ത് പേര് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നെങ്കിലും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സാധാരണയായി തൻ്റെ പേര് ഉയർത്തപ്പെടുവാൻ ദൈവത്തിൻ്റെ പ്രത്യേക ആ വിളിയുടെ മഹാത്മ്യത്താൽ സാധ്യമാകുന്ന ശുശ്രൂഷയിൽ താനും വർദ്ധിക്കുന്നല്ലോ. തൻ്റെ വിശേഷത്തിലൊന്ന് വളരും തോറും കുറയുന്ന ഒരു മനസ്സ്. ശുശ്രൂഷയിൽ നീണ്ട 50 വർഷം ശുശ്രൂഷിച്ച ആത്മാക്കളെ നേടി രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വൻകരകളിലൊക്കെ സഞ്ചരിച്ച ഒരാളിന് ഇത്രത്തോളൊന്നും വിനയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. 2 നമ്മൾ പോയാലത്തെ ഗതിയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാനോ കുറയട്ടെ, നീയോ എന്നിൽ വളരട്ടെ. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കപ്പെട്ട വിളിയുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കി മഹത്വമുള്ള ശുശ്രൂഷയിൽ വർദ്ധിക്കുന്ന കർത്താവിന്റെ ദാസനെ അത്യധികമായ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിലും ദീർഘായുസ്സോടെ നടത്തിയ ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചും എൻ്റെ കുടുംബത്തിൻ്റെ അസംബ്ലിയോട് കുമളി സെക്ഷൻ്റെ പേരിലുള്ളതായ നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരട്ടെ.
പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ വിരളമായിരുന്ന കാലം. അന്ന് ഈ ദേശത്ത് IPC എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ AG എന്നോ ഉള്ള യാതൊരു പ്രവർത്തനവും ഇല്ലാത്ത കാലം മുതലേ ഈ പ്രദേശത്ത് ആത്മീയ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കൊച്ചറ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച്. ഇതിൻ്റെ ഒരു അംഗമായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട പലരുടെയും പേര് പറയാൻ താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, സമയമില്ലല്ലോ. ഷേർലി സാക്ഷ്യം പറഞ്ഞല്ലോ. ആട്ടെ, ഷേർലിയുടെ ഭർത്താവ് അച്ഛൻ പാഷ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളൊക്കെ ഈ സഭയുടെ അംഗങ്ങളായിരിക്കാനും ഒരുമിച്ച് കൂട്ടായ്മയെ സംബന്ധിപ്പാനും ഇടയായി. ഞാൻ പറഞ്ഞത് പാഷപ്പോൾ ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ സ്കൂൾ തലം മുതൽ കൂട്ടുകാരാണ്, സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാ. പിന്നെ പെന്തക്കോസ്തിൻ്റെ ആയിരിക്കുന്ന ആരംഭകാലത്തെക്കുറിച്ചോട്ട് പറയുകയും വേണ്ട. നടന്ന ബൈബിൾ ക്ലാസും എത്ര ദിവസം നടന്നെന്നും അതിന് ധരിക്കുന്നതായ ഫലമായി കർത്താവിൻ്റെ ദാസൻ ആ ക്ലാസ്സുകളെ സംബന്ധിച്ച് കർത്താവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. ഞങ്ങളുടെ എല്ലാം മാതൃസഭയാണ് ഇത്. എന്നാൽ എനിക്ക് ദൈവദിനം പഠിക്കണം താല്പര്യമുണ്ടായി. എന്നാൽ പഠിക്കുവാനുള്ളതിരിക്കുന്ന അവസരം ഒരുക്കി തന്നത് ഷേർലിയുടെ പിതാവ് തങ്കച്ചാന്, എന്നെ കുര്യന കുമളിയിൽ കൊണ്ടുവന്ന് ബൈബിൾ സ്കൂളിലാക്കി. അവിടെ പഠിച്ചു. 3 മാസം പഠനം കഴിഞ്ഞപ്പോൾ സഭയുടെ ചാർജായി. 52 വർഷമായി കർത്താവിൻ്റെ മഹത്വത്തോടെ വേല ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പോൾ ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുമോനെ നമുക്ക് ഇവിടുന്ന് പാറശാല വരെ നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനില്ല, ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ നല്ല നിലയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, കുമളി ഏബനേസറെ ശുശ്രൂഷിക്കുക. ഞാൻ ചോദിച്ചു, ആട്ടെ വഴിയിൽ എന്ത് ചെയ്യും, എവിടെ താമസിക്കും? അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വലിയ കൂടിയ ഭക്ഷണമൊന്നും വേണ്ടെന്നേ, ഒരു 2-3 പച്ചല തിന്നാൽ ഒരു ദിവസം കഴിയാമെന്ന് എന്നോട് ഭാഷ ഭക്ഷണം. ഞാൻ പറഞ്ഞു, ഞാനില്ല. എവിടെ കിടക്കും? നമുക്ക് എവിടെയെങ്കിലും സ്കൂളിൽ വരാതെ കിടക്കാം, കടത്തിനെ കിടക്കാം, ആരെങ്കിലും നമ്മളെ വീട്ടിൽ സ്വീകരിച്ചെങ്കിൽ അവിടെ കിടക്കാം, ഞാൻ പോവുക എന്നും പറഞ്ഞ് കർത്താവിൻ്റെ ദാസ കൊണ്ടുപോയി. എനിക്ക് പറഞ്ഞത്, ദൈവദാസത്തിൻ്റെ ദാസിനെ ദൈവം ഇത്രത്തോളം മാനിച്ച് ഉയർത്തിയതേ ഓർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കും. ദേശം വിട്ടു പോയത് കർത്താവിലേക്ക് സാക്ഷ്യമായി പായ. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. കർത്തൃദാസനേക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. തുടർന്നും ആയുഷും ആരോഗ്യം നൽകി അനേകർക്ക് തന്നേക്ക് ദാസനും വീട്ടിൽ അനുഗ്രഹമായി തീരട്ടെ. എൻ്റെ ഒരു ഉദ്ദേശം പറയുക, ആയിരങ്ങള് കർത്താവിൻ്റെ കൃപയിലേക്ക് നടത്തുവാൻ ദൈവദാസന് ദൈവം ഭാഗ്യം നൽകിയല്ലോ. കർത്താവിൻ്റെ കൃപയെ ഞാനും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുമളി സെൻറ്ററിൻ്റെ ധരിക്കുന്ന ഔദ്യോഗിക ചുമതല വഹിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുമളി സെൻറ്ററിൻ്റെ പേരിലും ഇവിടെയുള്ള ധരിക്കുന്ന സംഘടന സഭാ വ്യത്യാസം കൂടാതെ സകല വേർപെട്ട ദൈവമക്കളുടെ ധരിക്കുന്ന പേരിലുമുള്ള ധരിക്കുന്ന എൻ്റെയും കുടുംബത്തിൻ്റെയും സകല ആശംസയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയബന്ധിതമായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് സമയം അല്പം മുന്നോട്ട് പോയിരിക്കുകയാണ്. അധികം വാക്കുകൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം 10ാം ക്ലാസ് പഠനത്തിന് ശേഷം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ദൈവജനം പഠിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാം. പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലയിലേക്ക് കടന്നു വരുവാനും ഇങ്ങനെ ഒരു സ്തോത്ര പ്രാർത്ഥനയിൽ സമർപ്പിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരങ്ങളെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. ഈ സഭയുടെ എല്ലാവിധമായിരിക്കുന്ന ദൈവമക്കളുടെ പേരിൽ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സെൻട്രൽ അസോസിയേറ്റ് മാസ്റ്ററായിരിക്കുന്ന വർഗീസ്, സെൻറ്ററിൻ്റെ ട്രഷററായിരിക്കുന്ന ബ്രദർ ലാലിറ്റൻ ജോസഫ്,
അതുപോലെ പീരുമേട് സെക്ഷൻ്റെ പാസ്റ്ററായിരിക്കുന്ന ജോസഫ് പാസ്റ്റർ, പ്രിയപ്പെട്ടവർ മുന്നോട്ട് വരും. ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന് എല്ലാ ദേവദാസന്മാരും വന്നിട്ടുണ്ട്. ദയവായിട്ട് സെൻറ്ററിൽ വന്നിട്ടുള്ള ദേവദാസന്മാരും ദൈവമക്കളൊന്നും എഴുന്നേറ്റ് നിന്നാട്ടെ. ഏലിയാസ് പാസ്റ്ററോട് ചേർന്ന് കൊടുക്കാം. തുടർന്ന് ഈ ജന്മനാട്ടിൽ എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ലെങ്കിലും ജന്മനാട്ടിലെ ഒരു ജന്മനാടിൻ്റെ ആദരവ് ഇവിടുത്തെ പാസ്റ്റർമാരും ഇവിടുത്തെ സ്വഭാവമില്ലാതെ വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദയവായിട്ട് ദേവദാസന്മാർ ഈ പ്രദേശത്ത് താമസിക്കുന്ന ദേവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ എം പാസ്റ്റർ ഈ മൊമെൻറ്റോ ഇവിടുത്തെ നാടിനു വേണ്ടി സാറിന് നൽകി. ഈ നാടിൻ്റെ അനുഗ്രഹമായി ലോകമെമ്പാടും കർത്തൃവേല വിളിക്കുന്ന ബന്ധത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന കൊച്ചറ ദേശനിവാസിയായിരിക്കുന്ന പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണന്റെ നാട് നൽകുന്നതായിരിക്കുന്ന മൊമെന്റോ നൽകി ആദരിപ്പാൻ ആഗ്രഹിക്കുന്നു. മഹത്വം കൂടെ വാസ്തവത്തില് മുൾമുടി ചൂടി ക്രൂശ് ചുമന്ന കർത്താവിൻ്റെ ഒരു ദാസന് ഈ ആദരവുകൾക്ക് അർഹനാണോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരു സ്തോത്രം പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിശീലനങ്ങളിൽ എന്നോടൊപ്പം പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ ആദരിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഉത്കടമായ ആഗ്രഹം. എന്നാൽ ഇത് ഒന്നും ഇവരെന്നോട് നേരത്തെ പറഞ്ഞുമില്ല. അതല്ല ഒരു സീക്രട്ടായിട്ട് വെച്ച് ഒരു 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 ഹിന്റും നൽകിയില്ല. ഞാനത് പ്രതീക്ഷിച്ചുമില്ല. പക്ഷെ നിങ്ങൾ കാണിച്ച ആദരവുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ബൈബിൾ എടുക്കാനോ യേശുവിനെ കുറിച്ച് പറയുവാനോ ഉള്ള എന്ത് യോഗ്യതകളാണ് എനിക്കുള്ളതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ദൈവം യോഗ്യനെന്ന് എണ്ണി എന്നുള്ളതാണ് സത്യം. ഈ നിങ്ങൾ പറയുന്ന വലിയ നന്മകളൊന്നും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയും ഞാൻ കുറെ കൂടെ മാനസാന്തരപ്പെടേണ്ടതുണ്ട്. എന്നിലുണ്ടായിട്ടുള്ള ആ മടി മാറ്റേണ്ടതായിട്ടുണ്ട്. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കുറച്ചെങ്കിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം കുറെ കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. വാസ്തവത്തിൽ ദൈവം അനുഗ്രഹിച്ചതിന് അനുസൃതമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരാഗ്രഹമുണ്ട്, കുറെ കൂടെ കർത്താവിനായി ജീവിക്കണം, കുറെ കൂടെ കർത്താവിനായി പ്രവർത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ ആരോ ഓർപ്പിച്ചതുപോലെ ഞാൻ ഓർക്കാറുള്ളതുപോലെയും കർത്താവ് ആ കഴുതയെ അഴിച്ചുവിടുന്നയായിരുന്നു. ഇന്നും ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്. ഇന്നും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിങ്ങനെയാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതായിരുന്നു. കെട്ടപ്പെട്ട കഴുതിയായിട്ട് നീ കിടന്നു. കഴുതി എന്ന് പറയുന്നതിനേക്കാൾ ഒരു കാട്ടുകഴുതിയായിട്ട് കിടന്നു എന്നുള്ള പറയുന്നതാണ് അതിശോക്തിയില്ലാത്ത സത്യം. അന്ന് താഴ്മയുള്ള കാര്യങ്ങളോ, താഴ്മയെന്ന് പറയുന്നത് വേറെയാണ്. ഞാനീ പറയുന്നതൊന്നും താഴ്മയല്ല. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആത്മാവിൽ ദരിദ്രനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ദരിദ്രൻ ഒരിക്കലും ദരിദ്രനാകാൻ ഒക്കുകയല്ല. എ പൂവർ ഈസ് ഓൾറെഡി പൂവർ. അവൻ ദരിദ്രനാണ്. അവൻ എങ്ങനെയാണ് പിന്നെ ദരിദ്രനാകാൻ കഴിയുന്നത്? ഓൺലി എ റിച്ച് ക്യാൻ ബി പൂവർ. ഒരു ധനികന് മാത്രമേ ദരിദ്രനാകാൻ. ദരിദ്രൻ ഓൾറെഡി ദരിദ്രനാണ്. അവൻ ദരിദ്രനാകണ്ട, അവൻ ദരിദ്രനാണല്ലോ. ആത്മാവിൽ ദരിദ്രനാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സമ്പന്നനായി. ദാനിയേലിനെ പോലെ ഈ മന്ത്രവാദികളെക്കാളൊന്നും എനിക്ക് പ്രത്യേക വിശേഷതയില്ല, ദൈവമാണത് എനിക്ക് വെളിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതാണ് ആത്മാവിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാനീ പറയുന്നത് താഴ്മയൊന്നുമല്ല. താഴ്മയാവാനുണ്ട്. നമ്മുടെ വലിയ ഉസ്താദായിരുന്നെങ്കിൽ വലിയ ജോലിയൊക്കെ വിട്ട് വന്നെങ്കിൽ ആ താഴ്മയാണ്. അപ്പം എനിക്ക് താഴ്മ എന്ന് പറയുന്ന ഒരു ആവശ്യമേ ഇല്ല, പറയേണ്ട ആവശ്യമില്ല. അംഗീകരിക്കാതിരുന്നാൽ മാത്രം മതി. കാരണം എടുത്തു പറയാനൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്നതന്നെ പാസ്റ്റർ ജോർജ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ആ കെട്ടഴിച്ച് ഇട്ട് യേശു കയറിയതുകൊണ്ട് മാത്രമാണ് ഈ ആദരവുകളെല്ലാം. അത് താഴ്മയായ കാര്യങ്ങളല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, കർത്താവേ നീ ഇന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ ജീവിതം തീർന്നു. ഇത്രയും പ്രായം കൂടെ ആകുമ്പോൾ വയസ്സം കരുതി ആരും കയറ്റില്ല, ഒരു വീട്ടിൽ കയറ്റില്ല, ഇവർക്ക് നിൽക്കാൻ പോലും അനുവദിക്കരുത്, ഓടിച്ചു കളയും. നീ അങ്ങനത്തങ്ങോട്ട് പറഞ്ഞ കർത്താവേ ഉപ്പ് കാരമില്ലാത്ത ഉപ്പ് പോലെ വലിച്ചെറിഞ്ഞാൽ മാത്രം പോലെ എല്ലാവരും ചവിട്ടുകയും ചെയ്യും. അപ്പം ആ ഗതികേട് എനിക്കുണ്ടാകാതിരിക്കാൻ, മരണം വരെ അങ്ങനെ ഒരു ദാസനായിരിക്കാൻ ഭാഗ്യം നൽകാൻ ഇന്ന് രാവിലെ ഞാൻ കർത്താവിനോട് പറഞ്ഞു. നിങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല. എല്ലാ നിലകളിലും വിദ്യാഭ്യാസം കൊണ്ടോ ധനം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ നിങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠരാണ് എന്നുള്ളതും അതിശോക്തിയല്ല. അതുകൊണ്ട് എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക്, ദൈവമക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ഈ സഭയ്ക്ക്, നിങ്ങൾക്ക്, ഈ ദേശത്തിന് എല്ലാം ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഇനി ഒരാഗ്രഹമുള്ളൂ സത്യത്തിൽ, വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. പ്രിയ എബ്രാ സാർ എന്നെ 1987 ഈ ഫെഡറേഷൻ്റെ ഒത്തിരി പൈസ കൊടുക്കുന്നു, സാറ് മുടക്കി എന്നെ അതിന് മുകളിൽ കൊണ്ടുപോയി. അപ്പം അന്നത്തെ ലോകത്തിലെ 1987 അന്ന് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങാണ് വേൾഡിൽ. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ നിന്നപ്പോഴേ കൊച്ചറയിലെ കൊച്ചു പുൽവീട്ടിൽ, പുല്ലുകൊണ്ട് മേഞ്ഞ വീട്ടിൽ വളർന്ന ഗോപാലകൃഷ്ണ എനിക്ക് മറ്റാരേക്കാളും ആനന്ദിക്കേണ്ടതാണ്. 110 നിലയുള്ള കെട്ടിടം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ എബ്രാസാറിനെ കൊണ്ടുപോകുമ്പോൾ ഈ വലിയ ട്രക്കുകളും റോൾസ് റോയ്സ് കാറുകളും കാഡില കാറുകളും ഒക്കെ ഒരു തീപ്പെട്ടിയുടെ അത്രയും പോലും വലിപ്പമില്ല. ഒരു എന്താ പറയുക ഫോറസ്റ്റ് ബിൽഡിങ്ങാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. 60 നില 50 നില 70 നിലയൊക്കെ ഇങ്ങനെ 100 കണക്കിന് ഇങ്ങനെ. അപ്പം അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴേ മറ്റാരേക്കാളും ആനന്ദിക്കുന്ന ഞാനാണല്ലോ. പ്രത്യേകിച്ച് കൊച്ചറയിൽ നിന്ന് പോകുന്നു, ഒരു കൊച്ചു വീട്ടിൽ നിന്ന് പോകുന്നു, അങ്ങനെ ഒരു സായിപ്പ്. അപ്പം സായിപ്പന്മാരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുകയോ പിസിലടിക്കുകയോ ഒക്കെ ചെയ്യുകയില്ല. അന്നത്തെ കാലത്ത് 87 അപ്പം സായിപ്പിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ ഒരു കൾച്ചറൊക്കെ ഉണ്ട്. അപ്പം നമ്മളവരോട് ചോദിക്കുകയാണെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വേണം സംസാരിക്കുന്നത്. അവൻ നമ്മൾ പക്ക ഐഡൻറ്റിക്കാരാണ്. അപ്പം എനിക്ക് ഈ സുവിശേഷം പറയാൻ അങ്ങനെ മാനവൊന്നും. ഞാൻ സായിപ്പിൻ്റെ പുറത്തന്നെ തട്ടി അടിയിട്ടുന്ന പണിയാണ്, നിങ്ങളാരും ചെയ്തു. എന്നിട്ട് അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈസ് നത്തിങ് ബ്രദർ, ഈ വലിയ കെട്ടിടം. അതുകൂടെ പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരനല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൻ്റെ അയാളുടെ രാജ്യത്തിന് പറയണം ഇത് ഒന്നുമില്ല. അപ്പോൾ അയാളുടെ മുഖം ശാലം കൂടെ ചുവന്ന അടി വീഴുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, സാറേ യേശു തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയൊരു ശിലയിലെ ഗോപുരം നോക്കിയാൽ
ഇതൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ആ ഗോപുരം ഇങ്ങനെ പൊങ്ങി നിന്നുകൊണ്ട് അത് വലുതായിട്ട് തോന്നി. അത് ഇടിഞ്ഞു വീഴുന്ന സമയങ്ങളിൽ ഞാൻ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. പ്രിയ സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും നിലനിൽക്കുന്നില്ല, നിലനിൽക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രം. നമ്മുടെ കരമടിച്ച് ദൈവത്തിൻ്റെ മാത്രം. എൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ ഉണ്ട് ഇവിടെ. അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതിനും ഇന്ന് രാവിലെ ദൈവത്തിന് സ്വാഗതം ചെയ്തിരുന്നു. മക്കളൊന്നും ഇല്ല, ഇത് വിവാഹമൊന്നും അല്ലാത്ത കാലമില്ല. ഇന്ന് എൻ്റെ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒന്നിച്ച് അവരുടെയും കൂടെ ഒരു ഉത്സാഹമാണ്. ഇത് മുണ്ടിപ്പള്ളിയിൽ നടത്തണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ മിക്കവാറും മുണ്ടിപ്പള്ളിക്കാരാണല്ലോ, സർക്കാർ. അപ്പോൾ അത് മുണ്ടിപ്പള്ളിക്കാർ നേരത്തെ തന്നെ അവിടെ ആദരവ് നടത്തി. അപ്പം അങ്ങനെ കൊച്ചറയിലേക്ക് മാറ്റി. ഇതിനൊക്കെ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ അതാണ് സത്യം. നിങ്ങളറിയുന്ന പോലല്ല, ഞാനത്ര പക്ക പെർഫെക്റ്റ് ഒന്നുമല്ല. ഇനി കുറെ കൂടെ ഞാൻ ശരിയാകുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. എനിക്ക് ജോർദാനിൽ ഒരു സ്നാന ശുശ്രൂഷയൊക്കെ നടത്താനായിട്ടുണ്ടായിരുന്നു, ഈ സോഡോമിൻ്റെയൊക്കെ ആ മേഖലകളിൽ. അപ്പോൾ അവിടെ എന്നെ സഹായിച്ചത് സരസം എന്ന് പറയുന്ന ഒരു ജോർഡാൻ രാജകൊട്ടാരത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ എന്നെ ഈ നെബോ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കൊണ്ടുപോയി. അതിന് മുകളിൽ നിന്നാണ് മോശ ഈ ഇസ്രായേൽ ദേശം കണ്ടത്. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ സാധാരണ ആരും പോകാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ ബെൻസ് കാറിലെയും വലിയ മലയുടെ അടിവാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സരസിന്. ഞാനതിന് പോകുമ്പോൾ ഒരു മരവിച്ച നിലയായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഹോളി ലാൻഡ് എന്നുള്ള നിലയിലല്ല, യേശു ജനിച്ച സ്ഥലവും ആ ക്രൂശ് ഗോൽഗോത്താടെയൊക്കെ അവിടെയൊക്കെ അതിൻ്റെ ചുവട്ടിലൊക്കെ നന്ദി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേക രോമാഞ്ചമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലം ഈ ലോകത്തിലുള്ളതായിട്ടും എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ എന്നെ ആകർഷിക്കുകയില്ല. ബുദ്ധിമാനല്ലെങ്കിലും അത്ര വേണ്ടതല്ല ഈ ബൈബിളുമായിട്ടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് ആ സ്ഥലമൊന്നുമല്ല. അപ്പം എന്നെ ചിന്തിപ്പിച്ചത് ഈ മോശയും ഈ ഗോപാലകൃഷ്ണൻ തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിയെടുത്ത്. അപ്പോൾ അങ്ങനെ താരതമ്യപ്പെടുത്തി എനിക്കൊരു 10,000 മൈൽ അവർ പോലും നിൽക്കാനൊക്കെ. അദ്ദേഹത്തിൻ്റെ സൗമ്യത, എനിക്കാണെങ്കിൽ കോപം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോപം ചിലപ്പുണ്ട്. ഇത്ര സൗമ്യനായ മോശ, ദൈവത്തിൻ്റെ മുഖം കണ്ട മോശ, കൽപ്പലയൊക്കെ കൊണ്ട് തൻ്റെ കൈ കിട്ടുമ്പോൾ ചൂട് കൽപ്പലകയാണ് തൻ്റെ കൈ കിട്ടുന്നത്. ഇത്ര വലിയൊരു മനുഷ്യനുണ്ടോ? അപ്പം നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവം കയറ്റിയിട്ട് പറഞ്ഞു, നീ പ്രസംഗിച്ച കനാൻ നാട് ഒന്ന് കണ്ടു, പക്ഷെ നീ അവിടെ പോണ്ട, ഇപ്പം പോണ്ട. നിന്റെ പ്രസംഗം കേട്ടവരെ പൊക്കോട്ടെ, നീ ഇപ്പോൾ അവിടെ പോകാൻ യോഗ്യനല്ല. എൻ്റെ ദൈവത്തിൻ്റെ നീതി 10,000 നന്മയുണ്ടെങ്കിലും ഒരു തെറ്റതിനെ കോമ്പൻസേറ്റ് ചെയ്യുക ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതിയുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെട്ട് നിൽക്കുക. അത് പ്രസംഗിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യും. പക്ഷെ കാര്യം അതിലല്ല. കണക്ക് ചോദിക്കുന്ന നാളിൽ കരം ബലപ്പെടണേ. അപ്പോൾ ഈ സമയത്തൊരു, അത് പഴയ നിയമത്തിലെ കാര്യമാണല്ലോ, പുതിയ നിയമത്തിലൊരു വാചനം എൻ്റെ മനസ്സിലേക്ക് കൂടും. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യമാണ്. കർത്താവ് പറയുന്നതാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യം. എന്നിട്ട് ആ നാളിൽ പലരും വന്ന്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പലരും പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന്. ഈ വാക്യം എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങുക. അപ്പം നിങ്ങൾ കാണുന്നതല്ലല്ലോ എൻ്റെ ജീവിതം, യേശു കാണുന്ന ജീവിതം, യേശു കാണുന്ന ജീവിതം. എനിക്കും എന്നെക്കുറിച്ച് അറിയാം. ഞാൻ കുറച്ച്
ഈ AK-47 തോക്ക പിടിച്ചൊരു അറബി ആകാശത്തിലേക്ക് ഒരു വെടി വെച്ചിട്ട് എൻ്റെയും ഈ സരസിൻ്റെയും ചങ്ങിന് നേരെ ഗൺ പോയിന്റിൽ നിർത്തി മുമ്പോട്ട് വരിക. എനിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. വണ്ടിക്കകത്തിരുന്നുകൊണ്ട് പട്ടി വരയ്ക്കുമ്പോൾ ചാടിയിട്ടുണ്ട് ഞാൻ പേടിച്ച്. പട്ടി വഴിയിലാണെന്ന് നമ്മൾ വണ്ടിയിലാണെന്ന് പട്ടി കടിക്കുകയെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് കുറേയൊക്കെ പേടിച്ചു. അത്രയും ധൈര്യമാണ്. പക്ഷെ എനിക്ക് ഭയം ഉണ്ടായില്ല. കാരണം ഞാൻ വേറെ കാര്യത്തിൽ ഭയങ്കര നിൽക്കുക. എനിക്ക് അറബി അറിഞ്ഞുകൂടാ. നിയമം ലംഘിച്ച് കാണാം, അവിടെ ആരും പോകാൻ പാടില്ലായിരിക്കാം. ഞാൻ ഇതുവരെയും ആ സരസനോട് അക്കാര്യം ചോദിച്ചിട്ടേ ഇല്ല. എന്തിനാണ് അയാൾ ഈ തോക്കുമായിട്ട് വന്നത്? ഇത് രാജകൊട്ടാരത്തിൽ ജോലിക്കാരനായതുകൊണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞ് ഞങ്ങൾ വിട്ടു. ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉള്ളൂ, കർത്താവിൻ്റെ അടുത്ത് പോകണം. ഒരാഗ്രഹമേ ഉള്ളൂ, മരിക്കുന്ന ദിവസം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. ഞാൻ നിർത്തുകയാണ്. എനിക്ക് കോവിഡ് ന്യൂമോണിയയും കൂടെ വന്നു. ഈ കോവിഡ് എന്ന് പറയുന്ന ആദ്യത്തെ കോവിഡ്, ഈ കോവിഡ് 19. പിന്നെ വന്ന ഈ മൈക്രോൺ അല്ലാത്ത കോവിഡ് എന്ന് പറഞ്ഞാൽ ഈ പറവൻ രണ്ടാമത് കണ്ട പശുക്കളെ പോലെയാണ്. മെലിഞ്ഞ കോവിഡാണ് വന്നത്. ആദ്യം വന്ന് ഉറുക്കുന്ന സാധനമാണ്. അന്ന് ഈ വാക്സിനൊന്നും കിട്ടിയിട്ടില്ലേ. അപ്പം ഇത് പിടി ആ കൂടെ ന്യൂമോണിയയും കൂടെ ആണ്. അപ്പോൾ എൻ്റെ പ്രായവും ഈ ന്യൂമോണിയായി കൂടെ വന്ന ആരും തന്നെ രക്ഷപ്പെട്ടതായിട്ട് കേട്ടു. അപ്പോൾ എൻ്റെ മസിൽ പവറെല്ലാം പോയി. കൃത്രിമ ഓക്സിജൻ തന്നിട്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ പ്രഭയുണ്ട്, പ്രഭയ്ക്ക് കുറവുണ്ട്. അപ്പോൾ എന്നെ ആ ഡോക്ടർമാർ അച്ഛനെന്നാണ് വിളിക്കുന്നത്, സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഹൈന്ദവ ഭാഷയിൽ. അപ്പോൾ അവർ ഞാൻ വിശ്വാസികളോട് പറഞ്ഞു അച്ഛൻ പോയി, കൈവിട്ടു പോയി. സഭാവിശ്വാസികളെല്ലാം കോഴഞ്ചേരി ഹോസ്പിറ്റലിന് ചുറ്റും വണ്ടിയിലൊക്കെ ഇവിടെ സംസാരിച്ച സുമേഷ് പാസ്, ഈ സുമേഷ് പാസൊക്കെ ഇന്നലെ നെയ്യാറ്റിക്കരയായി തൊഴുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞ് തൊഴുക്കൽ പോയി. ആ യോഗ കൺവെൻഷൻ കഴിഞ്ഞ് അവിടുന്ന് 10:30 കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇവർ വന്നു. അപ്പോൾ ഞാൻ 1:15 ഈ വീഡിയോ എടുക്കുന്ന ഈ മോൻ ഉൾപ്പെടെ വിജയ ഉൾപ്പെടെ ഒരു 1:15 ഞാൻ വിളിക്കണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇവർ വന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും എന്നോർത്ത്. പിന്നെ ഞാനും കൂടി ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഈ ഹോസ്പിറ്റലിൽ പുറത്തിങ്ങനെ വണ്ടിയിലുമൊക്കെ ആയിട്ട് അടുത്ത് കയറാനൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചു. ഞാനൊരു വിദ്യാർത്ഥിയാണ്, മരണത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പ്രസംഗവും ജീവിതവുമായി പൊരുത്തപ്പെടുവാൻ ചില സന്ദർഭം മാത്രമേ നമുക്കറിയത്തൂ. അപ്പോൾ ഒരു ചുവട് അടിച്ചാൽ മറുചുവട് കാണിച്ചു കൊടുക്കണം എന്നുള്ള കൽപ്പന അനുസരിക്കണമെന്ന് ഒരുത്തൻ അടിക്കണ്ടേ? അടിക്കാൻ എങ്ങനെയാണ് കൽപ്പന അനുസരിക്കും? അത് അടിക്കുമ്പോൾ തന്നെ കാണിച്ചു കൊടുക്കണം. അടിക്കുന്ന 1 മണിക്കൂർ കഴിഞ്ഞാൽ വെക്കുകയല്ലോ. അപ്പം ചില കൽപ്പനകളെല്ലാം നമുക്ക് സ്നാനം പോലല്ല. അപ്പം മരണത്തെക്കുറിച്ച് ഭയമില്ലെന്നൊരാൾ പ്രസംഗിക്കുന്നെങ്കിൽ അത് സത്യമാണെന്നറിയാം. അങ്ങനൊരു അനുഭവം വരണ്ടേ? ഇല്ലാത്തവർക്ക് എങ്ങനെയാണ്? അപ്പോൾ എനിക്ക് മരണത്തോട് മലടിക്കുമ്പോൾ എൻ്റെ പ്രസംഗവുമായിട്ട് എനിക്ക് മരണത്തെക്കുറിച്ച് ഭയമുണ്ടോ, ഞാൻ എൻ്റെ പ്രസംഗവുമായിട്ട് എത്രമാത്രം വിശ്വസ്തമാണെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാൻ 100% ജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. 100% എനിക്കൊട്ടും ഭയമുണ്ടായില്ല, ഒട്ടും നിരാശയുണ്ടായില്ല, മടങ്ങി വരാനും ആഗ്രഹിച്ചില്ല. മരിച്ചാൽ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയാം. ഒറ്റ നിരാശ എനിക്കുണ്ടായി. അന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇവർ അന്നേരെയൊക്കെ കൊണ്ടുപോയി കത്തിക്കും. സുഗതകുമാരിയൊക്കെ മരിച്ച സമയമാണ്, കവിയാത്ര ആറന്മുളയിൽ. പിന്നെ ചാര കൊടുത്തുവിടും. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ശവസംസ്കാരം വലിയ ആഘോഷമാക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് നമുക്ക് ഇപ്പോഴൊക്കെ നമുക്ക് കൺവെൻഷൻ നടത്തണമെങ്കിൽ നമ്മളോ നടത്തുന്നവരോ കാശ് മുടക്കണം. അന്ന് 5 പൈസ മുടക്കാതെ ആയിരക്കണക്കിന് ആൾക്കാർ വരും പ്രസംഗിക്കാൻ, ഉപദേശിമാരുമുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ ക്രൂസേഡ് എൻ്റെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിൽ നടക്കാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഉണ്ടാകേണ്ട പാട്ട്, അന്നത്തെ പ്രസംഗം എല്ലാം ഞാൻ അന്ന് മഴ പെയ്യാതിരിക്കാനൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അന്ന് ആൾക്കാർ പ്രസംഗം കേൾക്കണ്ടേ.
അപ്പോൾ ഈ ചാരമായിട്ട് കിട്ടുകയാണെങ്കിൽ വെക്കുകയല്ലോ, ആ ഒരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സൗഖ്യമാണ്. ഒറ്റ ആഗ്രഹമുള്ളൂ, മരിക്കുന്നവരെ യേശുവിനെ പ്രസംഗിക്കണം, കഴിയാവുന്നത്തോളം പ്രസംഗിക്കുന്നവരെ ജീവിക്കണം എന്നൊരൊറ്റ ആഗ്രഹവും. അതിന് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എനിക്കുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കോഡ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ പിന്നെ ഒരു 4000 കിലോമീറ്റർ UP നിന്നാണ് കാശ്മീർ വരെ പോയി. ഈ മാർച്ചിൽ ഞാൻ UP പോകുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം എൻ്റെ മക്കളുമായിട്ട് അന്റാർട്ടിക്കയ്ക്ക് അടുത്ത് വരെ ഈ കോഡ് വന്നതിന് ശേഷമൊക്കെ പോകാൻ ദൈവമായ ഇടയാക്കി. മരണം വരെ കർത്താവിൻ്റെ നാമം ദുഷിപ്പിക്കാതെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. സമയം എടുത്തിരിക്കുകയാണ്. എനിക്ക് വേറെ ഒരു സുരക്ഷകൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ അടുത്ത യോഗങ്ങളിൽ ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സന്തോഷം കൊണ്ട് കരങ്ങൾ എത്തിപ്പിടിക്കും. ആട്ടെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ, ഇപ്പോൾ വേല ചെയ്തുകൊണ്ടിരിക്കുന്നവർ പൂർണ്ണമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, കുറെ കൂടെ ഉത്സാഹത്തോട് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവരുന്ന കരമേൽപ്പിക്കുക. ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ കർത്താവിന് വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിങ്ങളുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ കുറെ കൂടെ ശക്തമായി പ്രവർത്തിക്കാനായി ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ വേല ചെയ്യാൻ സമർപ്പിച്ചിരിക്കുന്ന ഈ അങ്ങയുടെ അഭിഷിക്തന്മാരെ, അങ്ങയുടെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട പാസ്റ്റർ TS ജോർജ് അവരോടും പ്രിയ ഷേർസിൻ്റെ പിതാവ് ഞങ്ങളുടെ പ്രിയ തങ്കച്ചൻ സാറിനോടൊപ്പം അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓലിക്കിലെ ജോണിക്കുട്ടി, ഉണ്ണിച്ചായൻ, അവരെയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അസൻ സപ്പോർട്ടിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആണല്ലോ നമ്മുടെ ജോണിക്കുട്ടിയുടെ മകൻ തോമസ് ഫിലിപ്പ്. ഇവർ ഒക്കെ ആയിട്ട് നമ്മുടെ വട്ടമല്ലയിലെ ദേവിച്ചായൻ, നാരത്തട്ടിലെ നമ്മുടെ ചായൻ, അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ നടത്തുന്ന ആ കാലങ്ങൾ ഓർത്തു പോവുകയാണ്. അവർ പലരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞു. ഒരു ദിവസം നമ്മുടെ പാസ്റ്റർ നമ്മുടെ പാലക്കണ്ടത്ത് ഒരു ഭവനത്തിൽ യോഗം നടക്കുന്നു. താലന്ത് വ്യാപാരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ആ താലന്ത് വ്യാപാരത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ പ്രേരണ ഉണ്ടായി. അതുവരെ ഈ അഭിഷിക്തന്മാരുടെ കൂടെ പോയി പ്രവർത്തിക്കുകയല്ലേ, അവരാണ് താലന്ത് വ്യാപാരം ചെയ്യുന്നത്. ഇത് എന്നോട് വരും ചോദിച്ചു. അവർക്ക് 5 താലന്തുണ്ട്, അവർക്ക് 2 താലന്തുണ്ട്, നിനക്ക് 1 താലന്തുണ്ട്, നീ ആ താലന്ത് വ്യാപാരം ചെയ്തു. അന്ന് സഭയിലുണ്ടായിരുന്ന സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ജോസഫ് എബ്രഹാം അദ്ദേഹം മരിച്ചുപോയി, നമ്മുടെ ജോയിച്ചന്, അതുപോലെ തന്നെ നമ്മുടെ യോഗനാൻ ഫിലിപ്പ്, എബ്രഹാം ചാക്കോ, VA ജോണിക്കുട്ടി, അതുപോലെ CM വർഗീസ്, KC മാത്യു, MA കുര്യൻ, ഇവരൊക്കെ വലിയ പാസ്റ്റർമാരാണ് കേട്ടോ. ഞാൻ പണ്ടത്തെ ഓർമ്മിക്കാൻ പേര് മാത്രം. അങ്ങനെ ഞങ്ങൾ പുറ്റടിയിൽ ഒരു പരസ്യം നടത്തി, വെള്ളിമലയിലും നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ആൾക്കാരെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഈ പ്രിയപ്പെട്ടവരാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഒരാദരവ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ. അതുകൊണ്ട് ഞാൻ ഈ പേര് വിളിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് മുൻപോട്ട് വരണം. യോഗനാൻ ഫിലിപ്പ് പാട്ടുകാരനാണ്, നായൊക്കെയായി. ആരും ഉണ്ടായിരുന്നു.
പ്രസംഗനായിരുന്നു KC മാത്യു, ഞങ്ങളുടെ വേൽക്കുട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് പോലും ഇല്ല. ഞാൻ അദ്ദേഹത്തോട് പ്രസംഗം ചോദിച്ചിട്ടുണ്ട്. സമാഗമനത്തെക്കുറിച്ച് പ്രസംഗമൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇന്ന് കോമഡി സെന്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററാണ് ഞങ്ങളുടെ MA കുര്യനവർ, ഞങ്ങളുടെ കുഞ്ഞുമോൻ. ചോദിച്ചാൽ കൊച്ചറ വീട് വെക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ പുറ്റടിയിൽ കൊച്ചറയിൽ ഞങ്ങളൊരു പരിശീലനം നടത്താൻ വന്നിരുന്നു. അന്ന് ആ വീട്ടിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ പിന്നെയും പരിശീലനം നടത്തേണ്ടതുകൊണ്ട് പോകേണ്ടി വന്നു. പക്ഷേ ചോദിച്ചതിന് നമ്മളെ വിട്ട് കടന്നുപോയി. സാറ് ഞങ്ങളുടെ തങ്കച്ചാന് ഇപ്പോഴും വിടില്ല. തങ്കച്ചാൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒന്നോർത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോടെ 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 സ്തുതിക്കുന്നപ്പാ. എൻ്റെ അഭിഷിക്തൻ പോൾ ഗോപാലകൃഷ്ണനെ കർത്താവ് വിളിച്ച് കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് ഈ ദേശത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. 1974 താൻ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നോടൊന്നിച്ച കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്ങായിട്ട്, കൂട്ടുപ്രവർത്തകരായിട്ട്, പില്ലേഴ്സായിട്ട് നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ഈ ദേശം ചെയ്യുവാൻ അനേക ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. അവരിപ്പോൾ ദൈവ കൃപയ്ക്കായി സ്തോത്രം, നീ നൽകിയ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഈ ദേശത്ത് നെടുകയും പുഴുകയും യേശുവിന്റെ വചനം സുവിശേഷം ഉയർത്തുവാൻ കൊടുത്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ ഒന്നിച്ച് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പ്രായവും ക്ഷീണമൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ പുതുകൃപ, പുതുശക്തി, പുതുബലം നീ കർത്താവിന്റെ ദാസഭാഷം ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രായമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശാൽ കർത്താവേ ഇന്ന് മുൻപോട്ട് കടന്നു വന്ന് ഈ അഭിനന്ദനം സ്വീകരിച്ച ഓരോരുത്തർക്കും നൽകി കർത്താവിന്റെ വിശ്വാസം നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം വീണ്ടും ഉയർത്തെ, സുവിശേഷ ശക്തി വീണ്ടും ദേശത്ത് ഒരു സാക്ഷ്യമായി നിന്ന് പ്രഖ്യാപിക്കട്ടെ. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ 50 വർഷക്കാലം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ കുടുംബമായി കർത്താവിനെ സഹായിച്ചു. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആയുഷും ആരോഗ്യവും കർത്താവ് കൊടുക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ എല്ലാവരും ബലപ്പെടുത്തിയ ദൈവം കർത്താവിന്റെ ദാസനും കുടുംബവും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവർ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ദീർഘകാലങ്ങൾ കർത്താവിന്റെ പേരിൽ പ്രസിദ്ധരാക്കപ്പെട്ടതിന്റെ ദാസനെയും കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആരംഭം കർത്താവെ മാറയിൽ കൂടെ കടന്നുപോയി നീ വിരുദ്ധിച്ച സമൃദ്ധിയും സന്തോഷവും സമാധാനവും തലമുറകളും ശുശ്രൂഷയിൽ അനേക ആയിരങ്ങളെ നേടുവാനുള്ള ഭാഗ്യത്തിനായ സ്തോത്രം. ശേഷിക്കുന്ന കാലവും കർത്താവ് വരും വരെയോ ഞങ്ങളുടെ അവസാനം വരെയോ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ മറക്കണം യേശുവിന്റെ നാമത്തിൽ.
എന്നോടുള്ള നന്ദി പറയേണ്ട ആളാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ആരുടെയും പേര് വിട്ടുപോകും. അധ്യക്ഷന്മാർ, സഭ, നിങ്ങൾ എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. നിങ്ങളെ കാണുന്ന സന്തോഷമാണ്, അഭിമാനമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു. അനുഗ്രഹത്തോട് ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശിച്ചു പരിശുദ്ധാത്മാവിന്റെ സർവാസം കൂട്ടായ്മയും കാവലും നാം ചോദിച്ച പ്രാർത്ഥിച്ച വിഷയത്തിലും പ്രത്യേക സാറിനോടും കുടുംബത്തോടും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.